ഈ കത്ത് കയ്യിലിരിക്കുമ്പോൾ, സർക്കാരിൻ്റെ കയ്യിലിരിക്കുമ്പോൾ 25,000 കിറ്റ് 550 രൂപയ്ക്ക് തരാം എന്നുള്ള കത്തിരിക്കുമ്പോൾ അതിൽ നിന്ന് വാങ്ങിക്കാതെ 1,550 രൂപയ്ക്ക് 3 ഇരട്ടി വിലയ്ക്ക് ഇവർ PP കിറ്റ് വാങ്ങിച്ചു. അപ്പോൾ മുൻ ആരോഗ്യമന്ത്രിയുടെ ഈ പറയുന്ന വാദം കൃത്യമായി പൊളിയാണ്. ഏത് ക്വാളിറ്റിയാണ് കിട്ടുമെന്ന് പറഞ്ഞത്? എന്ത് ഡേറ്റയാണ് അവർ താരതമ്യപ്പെടുത്തിയത്? സർക്കാരിനെ ചെലവാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രസ്ഥാനം കുറഞ്ഞു കിട്ടും. CAG ആണെങ്കിലേ കണക്ക് വെക്കണം. CAG രാഷ്ട്രീയം തന്നെ. ഏത് രാഷ്ട്രീയമാണ്, ഏത് സ്ഥാപനമാണ് BJPക്കാർ ഈ രീതിയിൽ നശിപ്പിക്കാതിട്ടുള്ളത്? കുറഞ്ഞ വിലയ്ക്ക് PPE കിറ്റുകൾ കിട്ടുമെന്നിരിക്കെ ഇരട്ടിയിലധികം രൂപയ്ക്ക് കിറ്റ് വാങ്ങി ഖജനാവിന് കോടികളുടെ നഷ്ടമുണ്ടാക്കിയെന്ന CAG കണ്ടെത്തലോടെ കോവിഡ് എന്ന ദുരന്തകാലം മറയാക്കി ഒന്നാം പിണറായി സർക്കാരിൽ നടന്നത് കടുംവെട്ടാണെന്നും കാട്ടുകൊള്ളയാണെന്നും ആരോപിക്കുകയാണ് പ്രതിപക്ഷം. അസാധാരണ സാഹചര്യത്തിൽ അസാധാരണ നടപടിയെന്നും CAGക്ക് സർക്കാർ മറുപടി പറയുമെന്നും ആവർത്തിക്കുന്നു മുൻ ആരോഗ്യമന്ത്രി KK ശൈലജ. മാർക്കറ്റ് വിലയ്ക്ക് 25,000 കിറ്റുകൾ ലഭ്യമാക്കാമെന്നൊരു കമ്പനി വാഗ്ദാനത്തിന്റെ കത്തടക്കം പ്രതിപക്ഷം പുറത്തുവിടുമ്പോൾ ആ മറുപടി ഇനി മതിയാകുമോ? മനുഷ്യൻ മരിച്ചു വീണ ദുരന്തകാലം അഴിമതിക്കുള്ള കളമാക്കി മാറ്റിയോ സർക്കാർ? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം. ശ്രീ PP ചിത്രരഞ്ജൻ MLA, ഷാബിൻ വർക്കി, ശ്രീ TP ജയചന്ദ്രൻ എന്നിവർ ചർച്ചയിൽ. ഞാൻ ഷാബിൻ വർക്കിയിലേക്ക് പോകുന്നു. ഷാബിൻ വർക്കി, ഇത് കോവിഡിന്റെ ആ തരംഗം ഏതാണ്ട് കഴിയുമ്പോൾ തന്നെ പ്രതിപക്ഷം ഉന്നയിച്ചു തുടങ്ങിയതാണ്. അതിനുശേഷം ലോകായുക്തയിലെ കേസ്, അതിനുശേഷം ഇപ്പോൾ CAG. നമുക്ക് ഓർമ്മയുണ്ട്, ആ കാലം അതൊരു വല്ലാത്ത കാലമാണ്. നമ്മളൊക്കെ വല്ലാതെ ഭയന്ന കോവിഡിൻ്റെ ആദ്യ തരംഗം, ഒരുപാട് പേർ മരിച്ചുപോയ വല്ലാത്തൊരു കാലം. ആ വല്ലാത്തൊരു കാലത്ത് ഇത് നമുക്ക് ഈ പറയുന്ന എപ്പിഡമിക് എന്ന് പറയുന്ന അതിൻ്റെ പൂർണ്ണതോതിൽ നമ്മൾ ആദ്യം അനുഭവിച്ച ഒരു കാലയളവ്. ആ കാലത്ത് ചിലപ്പോൾ സർക്കാരിന് പിഴവുകളുണ്ടായേക്കാം, ഒരു അസാധാരണ നീക്കത്തിലേക്കൊക്കെ പോയേക്കാം. അത് ആ കാലത്തിൻ്റെ ഒരു പ്രൊഡക്റ്റ് എന്ന നിലയ്ക്ക് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതും ഇത് കാട്ടുകൊള്ളയാണ് എന്ന് നിങ്ങൾ പറയുന്നതും? അബിൻ. ഹാഷ്മി, ഇത് വളരെ കൃത്യമായി ഈ പുര കത്തുമ്പോൾ വാഴ വയ്ക്കുക എന്നുള്ള ആ പ്രയോഗത്തെ അർത്ഥവത്താക്കുന്നതാണ് കേരളത്തിലെ സർക്കാർ ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ഒരു കാര്യം ആമുഖമായി പറയാം. അതായത് ഇപ്പോൾ CAG കണ്ടുപിടിച്ചിരിക്കുന്നത് കേവലം 25.5 കോടി രൂപയുടെ സ്ക്രൂട്ടണി മാത്രം ചെയ്തപ്പോഴാണ് 10.5 കോടി രൂപയുടെ അഴിമതി കണ്ടുപിടിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കോവിഡ് കാലഘട്ടത്തിൽ ഏതാണ്ട് 1,500 കോടി രൂപയുടെ മുകളിലുള്ള പർച്ചേസാണ് കേരളത്തിൽ നടന്നിട്ടുള്ളത്. അപ്പോൾ അത്രയും സ്ക്രൂട്ടണി നടന്നിട്ടില്ല എന്നുള്ളത് ആമുഖമായി പറയാം. ഈ വിഷയത്തിൽ എന്താണ് ഞങ്ങൾ പറയാൻ കാരണം? ഇപ്പോൾ 28-ാം തീയതി ഒരു കമ്പനി, അനിത ടെക്സ്റ്റ്കോട്ട എന്ന് പറയുന്ന കമ്പനി 25,000 PPE കിറ്റ് കേവലം 550 രൂപയ്ക്ക് നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ് നമുക്ക് മെയിൽ അയക്കുന്നു. സർക്കാർ പറയുന്നു നിങ്ങളുടെ കയ്യിൽ നിന്ന് 25,000 ഞങ്ങൾക്ക് വേണ്ട, പകരം 10,000 PPE കിറ്റ് ഞങ്ങൾ 550 രൂപയ്ക്ക് മേടിക്കാമെന്ന് പറയുന്നു. 29-ാം തീയതി 3 കമ്പനികൾ, അത് 1 ബയോമെഡിക്സ്, 2 ന്യൂ കെയർ ഹൈജീൻ പ്രൊഡക്റ്റ്, 3 കെയറോൾ, ഈ 3 കമ്പനികൾ 29-ാം തീയതി എത്ര രൂപയ്ക്കാണ് നമുക്ക് തരാമെന്ന് പറയുന്നത്? 456 രൂപ, 472 രൂപ, 483 രൂപ, അതായത് 500 രൂപയിൽ താഴെ നമുക്ക് PPE കിറ്റുകൾ തരാമെന്ന് പറയുന്നു. നമ്മൾ അവരുടെ കരാർ അവിടെ ഒപ്പിടാൻ നിൽക്കുമ്പോഴാണ് മുംബൈ ആസ്ഥാനമായിട്ടുള്ള സാൻ ഫാർമ എന്ന കമ്പനിയുടെ കയ്യിൽ നിന്ന് അതേ ദിവസം 1,550 രൂപയ്ക്ക് PPE കിറ്റുകൾ വാങ്ങിക്കാൻ തീരുമാനമെടുക്കുന്നത്. അപ്പോൾ അതിലാണ് ഇവിടെ അഴിമതി നമ്മൾ പറയുന്നത്. ഇപ്പോൾ CAG 300% തുക കൊടുത്ത് PPE കിറ്റുകൾ വാങ്ങിയിട്ടുണ്ട് എന്നും അതിൽ 10.5 കോടി രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് പറയാനുള്ള കാരണം സർക്കാർ പറയുന്ന ന്യായഗതികളൊക്കെ, ഇപ്പോൾ താങ്കൾ പറഞ്ഞ ആദ്യത്തെ ന്യായഗതി, 1 കോവിഡ് കാലഘട്ടമാണ്, നമ്മളൊക്കെ പേടിച്ചിരുന്ന ഒരു കാലഘട്ടമാണ്, അതിനൊന്നും സംശയമില്ല. പക്ഷേ ആ കാലഘട്ടത്തിൽ ഈ സാധന സാമഗ്രികൾക്ക് ലഭ്യമാകുന്നതിനുള്ള വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകും. അതായിരുന്നല്ലോ സർക്കാരിൻ്റെ വാദഗതി. അങ്ങനെയാണെങ്കിൽ 28-ാം തീയതി 25,000 PPE കിറ്റുകൾ തരാമെന്ന് പറഞ്ഞ, അത് 550 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞ കമ്പനിയുടെ കയ്യിൽ നിന്ന് നമ്മൾ 10,000 മേടിക്കുള്ളൂ. അപ്പോൾ 15,000 PPE കിറ്റുകൾ അവിടെ വീണ്ടും കിട്ടാനുള്ള സാഹചര്യമുണ്ട്. 29-ാം തീയതി ഇപ്പോൾ 456-നും 472-നും 483-നും കിട്ടുന്ന കമ്പനികൾ, ആ കമ്പനികളുടെ കയ്യിൽ ആവശ്യത്തിലധികം PPE കിറ്റുകളുണ്ട്. അപ്പോൾ അതൊക്കെ വേണ്ട എന്ന് വെച്ചുകൊണ്ട് ഈ സാൻ ഫാർമ എന്ന കമ്പനിയുടെ കയ്യിൽ നിന്ന് 1,550, ഒന്ന് ആലോചിക്കുക ഹാഷ്മി, ഇന്നൊരു കടയിൽ പോയി ഒരു സാധനം 10 രൂപയ്ക്ക് മേടിക്കുന്നു, പക്ഷെ അത് കഴിഞ്ഞ് ഇന്നേ ദിവസം തന്നെ മറ്റൊരു കടയിൽ നിന്ന് 300 രൂപയ്ക്ക് മേടിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? അത് തന്നെയാണ് ഈ PPE കിറ്റിലുണ്ടായത്. ഇത് 3 വരി. ഇതിൽ അഴിമതി എവിടെയാണ്?
അഴിമതി എവിടെയാണെന്ന് പറഞ്ഞാൽ ശ്രീ കെ ശൈലജ ടീച്ചർ വളരെ കൃത്യമായി പറഞ്ഞു. കാരണം എന്താ? കേരളത്തിലെ മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടാണ് ഇത് നടത്തിയിരിക്കുന്നത്. ഒന്ന്, കേരളത്തിലെ ഫിനാൻസ് മിനിസ്റ്റർ ധനകാര്യമന്ത്രി ഒപ്പിട്ടിട്ടാണ് ഞങ്ങൾ ഇത് നടത്തിയത്. അപ്പോൾ അതായത് കേരളത്തിലെ മന്ത്രിസഭയുടെ പ്രധാനപ്പെട്ട 3 പേരും അറിഞ്ഞുകൊണ്ട് നടത്തിയ അഴിമതിയാണ് എന്ന് ഇന്ന് CAG ഞാൻ ഇടപെടാം. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് മുൻ ആരോഗ്യമന്ത്രി കെ ശൈലജ ടീച്ചർ പറഞ്ഞ വാക്കുകളൊന്ന് കേൾക്കാം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വളരെ വ്യക്തമായിട്ട് ഇതിനുള്ള മറുപടി പറഞ്ഞതാണ്. അത് വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. PPE കിറ്റിന് മാർക്കറ്റിൽ ക്ഷാമമുള്ള സമയത്ത് വില കയറിയപ്പോൾ കുറച്ച് ലക്ഷക്കണക്കിന് PPE കിറ്റ് വാങ്ങിയതിലാണ് 15,000 PPE കിറ്റ് കൂടിയ വിലക്ക് വാങ്ങേണ്ടതായിട്ട് വന്നത്. ആ സമയത്തിൻ്റെ ആ സാഹചര്യം അങ്ങനെയായിരുന്നു. അന്ന് ഞങ്ങൾ ഓർഡർ ചെയ്ത് മുഴുവൻ കിട്ടിയില്ല. 50,000 എണ്ണത്തിന് ഓർഡർ ചെയ്തിരുന്നു. ഈ ഫ്രണ്ട് ലൈൻ വർക്കേഴ്സിനെ സംരക്ഷിക്കുക എന്നുള്ളതായിരുന്നല്ലോ ഏറ്റവും പ്രഥമ ഉത്തരവാദിത്വം. ഇന്നലെ പറഞ്ഞതാണ് ആരോഗ്യമന്ത്രി. കുറച്ചുകൂടി വിശദമായി കുറച്ചു കാലം മുമ്പ് മന്ത്രി പല വേദികളിലും പറഞ്ഞതാണ്. അതിലൊരു പ്രതികരണം കൂടി ഒന്ന് കേൾക്കാം. ഒന്നും അതാര്യമായിരുന്നില്ല, സുതാര്യമായിരുന്നു കാര്യങ്ങൾ. ആ സുതാര്യത കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞത് നമ്മുടെ കയ്യിൽ വേറെ തെറ്റൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. എന്നിട്ട് പോലും 1,500 രൂപക്ക് PPE കിറ്റ് വാങ്ങി അഴിമതിയാണെന്നും പറഞ്ഞിട്ട് കേസ് കൊടുത്തില്ലേ? എന്തൊരു മോശമായിട്ടുള്ള. കാരണം ഇന്ന് 10 രൂപയ്ക്ക് കിട്ടുന്ന മാസ്ക് അന്ന് 150 രൂപയ്ക്ക് ആളുകൾ വാങ്ങിയിട്ടില്ലേ? 500 രൂപയ്ക്ക് കിട്ടിയിരുന്ന PPE കിറ്റ് മാർക്കറ്റിലില്ലാണ്ടായി. 1,500 രൂപ വരെ വിലയായി. അപ്പോൾ ഒരു ചർച്ച വാങ്ങണോ വാങ്ങണ്ടയോ? ഫസ്റ്റ് പ്രിഫറൻസ് ഹെൽത്ത് കെയർ വർക്കർ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഞാൻ മാത്രമല്ല, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അതിന് തന്നെയാണ് നിർദ്ദേശിച്ചത്, ഗവൺമെൻറ്റും. അതുകൊണ്ട് മാർക്കറ്റിൽ 1,500 രൂപയായപ്പോൾ ഞങ്ങൾ ചർച്ച ചെയ്തു, വാങ്ങണോ വാങ്ങണ്ടയോ. ഞാനല്ല, മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ആലോചിച്ചു. ഈ കോവിഡ് പ്രതിരോധിക്കാനുള്ള കോർ കമ്മിറ്റി, ചീഫ് സെക്രട്ടറി, മറ്റ് സെക്രട്ടറിമാർ എല്ലാവരും കൂടി ചർച്ച ചെയ്തിട്ട് പറഞ്ഞു അടിയന്തരമായിട്ടും വാങ്ങണം. ശരി, ശ്രീ പി ചിത്രരഞ്ജൻ MLA, ഇവിടെ മുൻ ആരോഗ്യമന്ത്രി കെ ശൈലജ ഇത് എൻ്റെ മാത്രം തീരുമാനമല്ല, ഇത് മുഖ്യമന്ത്രിയുടേതാണ് എന്ന് ആവർത്തിച്ച് ഊന്നി പറയുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. പക്ഷേ മുൻ ആരോഗ്യമന്ത്രി പറയുന്നത് അപ്പോൾ പറയുന്നതും ഇപ്പോൾ പറയുന്നതും എപ്പോൾ പറയുന്നതും സഭയിൽ പറഞ്ഞതും ഒക്കെ ആ സമയത്ത് അർജൻസി ഉണ്ടായി എന്നുള്ളതാണ്. കളവാണത്. ആ സമയത്ത് അർജൻസി ഉണ്ടായെങ്കിൽ ഈ പറയുന്നത് 550 രൂപയ്ക്ക് 25,000 കിറ്റ് തരാൻ തയ്യാറായ കമ്പനി അവിടെ ഉണ്ടായിരുന്നു. ആ കത്ത് സർക്കാരിൻ്റെ പക്കലുണ്ടായിരുന്നു. ആ കത്ത് സർക്കാർ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുക. അവരോട് 10,000 പറഞ്ഞിട്ട് അതിൻ്റെ നേരെ ഇരട്ടി 1,500 രൂപ വിലയ്ക്ക് അപ്പുറത്ത് സാൻ ഫാർമയ്ക്ക് അങ്ങോട്ട് മെയിലയച്ചു എന്നാണ് ആരോപണം. അപ്പോൾ ഈ അർജൻസി എന്ന വാദം നിൽക്കുമോ ശ്രീ പി ചിത്രരഞ്ജൻ? അല്ല, ആദ്യം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ മുഖ്യമന്ത്രിയിലേക്കാണല്ലോ ശ്രദ്ധിക്കുന്നത്. നിങ്ങൾ മുഖ്യമന്ത്രിയിലാണ് ഊന്നൽ കൊടുക്കാൻ ഇപ്പോഴും ശ്രമിക്കുന്നത്. എന്താണ് ടീച്ചർ പറഞ്ഞത്? മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിയായ ഞാനും ചീഫ് സെക്രട്ടറിയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും എല്ലാവരും കൂടി ചേർന്ന് ആ പ്രത്യേക സാഹചര്യത്തിൽ ചർച്ച ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിർവഹിച്ചിട്ടുള്ളതെന്നാണ്. അല്ലാതെ മുഖ്യമന്ത്രി തീരുമാനിച്ചിട്ട് ഞാൻ നടപ്പിലാക്കിയെന്നല്ലല്ലോ ടീച്ചർ പറഞ്ഞത്. ഞങ്ങൾ ആ സമയത്ത് വളരെ കൃത്യമായി, എന്താണ് എൻ്റെ പ്രത്യേകത, അന്നൊരു എമർജൻസി പർച്ചേസ് കമ്മിറ്റിയെ തന്നെ ഗവൺമെൻറ് ഫോം ചെയ്തു. അടിയന്തര സാഹചര്യമാണ്. നമ്മൾ ഇന്ന് കുത്തിയിരുന്ന് ഞാനും ആഷ്മിക്കും മറ്റ് ബഹുമാനപ്പെട്ട ആൾക്കാർക്കും ഒക്കെ ഇന്ന് ചർച്ച ചെയ്യാൻ കഴിയുന്ന നിലയിൽ നമ്മുടെ നാട് മുന്നോട്ട് പോകാൻ ഇടയായതൊരു വലിയ ഇടപെടലിൻ്റെ ഫലമായിട്ടല്ലേ. അതിനെ കുറേ കാലം കഴിഞ്ഞതിന് ശേഷം ഒരു ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് അതിനെ നമ്മൾ എഴുത്തി കാണിക്കാവോ? എന്തായിരുന്നു കോവിഡ് ദുരന്തകാലത്തെ നമ്മുടെ ഒരു അവസ്ഥ? അന്നത്തെ ഒരു അടിയന്തരമായ സാഹചര്യത്തിലെ അടിയന്തരമായ ഇടപെടലിലൂടെ ആണല്ലോ നമ്മുടെ ഗവൺമെൻറ്, നമ്മളെല്ലാം കൂടെ ചേർന്ന്, ഗവൺമെൻറ് മാത്രം പറയുന്നില്ല, ഈ നാട് ഒന്നാകെ നിന്ന് നമ്മളതിനെ നേരിട്ടത്. ഇവിടെ എന്താണ് ആഷ്മി യഥാർത്ഥത്തിലുള്ള വസ്തുത? ഇവിടെ ഈ കമ്പനിക്ക് യഥാർത്ഥത്തിൽ ഓർഡർ കൊടുത്തത് 30/3/2020. ഏതാണ് ഈ കമ്പനി? എല്ലാ കമ്പനിക്ക് കൊടുക്കാനൊക്കെ ഇല്ലല്ലോ. യൂറോപ്യൻ ലോകോത്തരത്തിൽ തന്നെയുള്ള CE സർട്ടിഫിക്കറ്റുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസി ആയിട്ടുള്ള ഹിന്ദുസ്ഥാൻ ആൻറ്റിബയോട്ടിക് ലിമിറ്റഡ്, ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് ലിമിറ്റഡ്, ഈ കേന്ദ്ര സ്ഥാപനങ്ങൾ 10 വർഷത്തിലധികമായി അവരുടെ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ് ഈ പറഞ്ഞിട്ടുള്ള സാൻ ഫാർമ. അങ്ങനെയുള്ള കമ്പനിക്ക് 50,000 അവരുടെ സാധനങ്ങൾ ഏജൻസി എന്തെങ്കിലും ആയിക്കോട്ടെ. ഇപ്പൊ നമുക്ക് അത് ഞാൻ പറഞ്ഞോട്ടെ, അത്രയും അതിനകത്ത് 50,000-ത്തിനാണെന്ന് ഓർഡർ കൊടുക്കുന്നത്. എന്നാൽ അതിനുശേഷം പ്രാദേശികമായി തന്നെ തദ്ദേശീയമായ നിരവധി സ്ഥാപനങ്ങൾ ഈ PPE കിറ്റുകൾ GST ചാർജ് അടക്കം ചേർത്തുകൊണ്ട്
871 രൂപ 50 പൈസയ്ക്ക് നൽകുന്നതിന് വേണ്ടി പല കമ്പനികളും മുൻപോട്ട് വന്നു. ആ മുന്നോട്ട് വന്ന സാഹചര്യത്തിൽ നിലവിൽ കൊടുത്തുകൊണ്ടിരുന്ന 50,000 നിന്ന് 35,000 ആ കിറ്റ് PP കിറ്റ് വാങ്ങുന്നതിനുള്ള ഓർഡർ ക്യാൻസൽ ചെയ്തു ഗവൺമെൻറ്. ശരി, പക്ഷേ ഇവിടെ പ്രശ്നം അതല്ല. കുറഞ്ഞ വിലക്ക് PP കിറ്റ് കിട്ടുന്നു എന്ന് അല്ല, PP പറഞ്ഞത് അത് കഴിഞ്ഞുള്ള കാര്യമാണ്. അതിനു മുമ്പ് ഈ പറയുന്ന സാൻ ഫാർമ എന്ന് പറയുന്ന ഊരും പേരും അറിയാത്ത ഒരു കമ്പനിയിലേക്ക് അങ്ങോട്ട് ഓർഡർ പോകുന്നതിന് മുമ്പ് ഈ 550 രൂപ നിരക്കിൽ ഈ 25,000 എണ്ണം തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കമ്പനിയുടെ കത്തുണ്ട്. ആ കത്താണ് പ്രതിപക്ഷത പുറത്തുവിട്ടത്. CAG പറയുമ്പോഴും രാഷ്ട്രീയാരോപണം ഉള്ളപ്പോഴത്തേക്ക് ആരോപണം നിൽക്കുകയാണല്ലോ. മനുഷ്യന്റെ ജീവനിട്ട് അല്ലല്ല ഞാൻ സാർ 550 രൂപയ്ക്ക് 25,000 കിറ്റ് തരാം എന്നൊരു കമ്പനി പറയുന്നു. അവരോട് 10,000 തരാൻ പറയുന്നു. ഈ പറഞ്ഞ അർജൻസി ആണെങ്കിൽ പെട്ടെന്ന് ചെയ്യേണ്ട എന്താണ്? ആ 25,000 ഞങ്ങൾക്ക് ഇതാ എന്നല്ലേ പറയേണ്ടത്? സുഹൃത്തെ, നിങ്ങൾ മനസ്സിലാക്കൂ. നിങ്ങൾ പറയുന്നതിന് മുമ്പ് ചാടിക്കയറി നിങ്ങൾ ഇപ്പോൾ 2 ദിവസത്തേക്ക് 48 മണിക്കൂർക്ക് നിങ്ങൾക്ക് ഇതൊരു അജണ്ട ആയിരിക്കാം. നിങ്ങൾ യാഥാർത്ഥ്യബോധത്തോട് സംസാരിക്കൂ. ഞാൻ പറഞ്ഞത് എന്താണ്? 50,000 വാങ്ങാൻ നിശ്ചയിച്ച കമ്പനിയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, ആരുടെ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്നു. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ CEA സർട്ടിഫിക്കറ്റുള്ള ഉൽപ്പന്നങ്ങൾ നൽകുന്ന കമ്പനിക്ക് കൊടുത്തിരുന്ന ഓർഡർ നമ്മുടെ നാട്ടിൽ അതിനുശേഷം ഇവിടെ 10 രൂപയ്ക്ക് വരെ കിട്ടുന്ന സ്ഥിതി വന്നല്ലോ മാസ്കുകൾ. അതിനു മുമ്പ് ഞാനും നിങ്ങളും ഒക്കെ, ഞാൻ 2 കോവിഡ് വന്ന് നേരിട്ടവനാണ്. എത്ര രൂപയ്ക്കാണ് ആദ്യം വാങ്ങിയെന്നുള്ളതും രണ്ടാമത് വാങ്ങിയെന്നുള്ളതും ഒക്കെ നമുക്കറിയുന്നവരാണ്. അപ്പോൾ ആദ്യത്തെ ഒരു ഘട്ടമെന്ന് പറഞ്ഞാൽ ഇതൊന്നും അന്വേഷിച്ച് നടക്കാനുള്ള ഘട്ടമല്ലല്ലോ. അല്ല, ഈ ഘട്ടം നമുക്കറിയാലോ, നമ്മുടെ കയ്യിൽ കത്തുണ്ട് സാറേ. അല്ല, നിങ്ങൾ അവിടുന്ന് വാങ്ങാറുന്നല്ലോ. എന്റെ ചോദ്യം അതല്ല, താങ്കൾ മനസ്സിലാവാത്തതല്ല. ഈ പറയുന്ന കമ്പനിയിൽ നമ്മൾ 10,000 ഓർഡർ ചെയ്തു. ഈ പറയപ്പെടുന്ന 550 രൂപയ്ക്ക് ഒരു PP കിറ്റ് തരാം എന്ന് പറയുന്ന ഈ പറഞ്ഞ അനിത ടെക്സ്കോട്ട് എന്ന് പറയുന്ന കമ്പനി നമ്മളോട് പറയണം 25,000 കിറ്റ് തരാൻ ഞങ്ങൾ തയ്യാറാണ്. അവരോട് നമ്മൾ 10,000 ഓർഡർ ചെയ്യണം. ആ ദിവസം ദ വെരി സെയിം ഡേ അവരോട് 10,000 കിറ്റ് നമ്മൾ ഓർഡർ ചെയ്യുകയാണ്. ഇപ്പോൾ ആരോഗ്യമന്ത്രി പറയുന്നത് പോലെ ആ സമയത്ത് അർജൻസി ആയിരുന്നു പ്രശ്നമെങ്കിൽ, ഈ PP കിറ്റ് കിട്ടുന്നതിന് ലഭ്യത കുറവായിരുന്നു പ്രശ്നമെങ്കിൽ, അവരോട് നമുക്ക് 25,000 വാങ്ങാമായിരുന്നില്ല 550 രൂപയ്ക്ക്. എന്തുകൊണ്ട് അതുണ്ടായില്ല? സുഹൃത്തെ, ഞാനത് നിങ്ങൾ ദയവ് ചെയ്ത് ശാന്തമായി ഒന്ന് കേൾക്കാനൊരു എടുത്തു ചാടാതെ ഞങ്ങളൊന്ന് പറഞ്ഞിട്ട് വേണം. എത്ര നേരവും ഞാൻ ഇരുന്ന് തരാം. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, ഈ കിറ്റ് വാങ്ങാൻ നിശ്ചയിച്ച ഈ സാധനം ആരുടേതാണ്? ഈ സാൻ ഫാർമ എന്ന് പറയുന്ന അവർ ഏജൻസി നൽകുന്ന ആരുടെ സ്ഥാപനം, ആരുടെ ഉൽപ്പന്നം? ആ ഉൽപ്പന്നത്തിന് 50,000-നാണ് ഓർഡർ കൊടുക്കുന്നത്. ആ 50,000-ന് ഓർഡർ കൊടുത്തിട്ട് അതിൽ കുറച്ച് വിലക്ക് കിട്ടാൻ പോകുന്നെന്ന് കണ്ടപ്പോൾ 35,000 ക്യാൻസൽ ചെയ്തല്ലോ. ഇവിടെ CAG റിപ്പോർട്ടിനകത്ത് മൊത്തം എണ്ണത്തിൻ്റെ വില കണക്കൂട്ടിക്കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. 15,000 കിറ്റ് മാത്രമല്ല ഇത് വാങ്ങിയിട്ടുള്ളത്. ഗവൺമെൻറ്റിന് വേറെ ഏതെങ്കിലും ലക്ഷ്യമുണ്ടെങ്കിൽ 50,000-ന് ഓർഡർ കൊടുത്തതല്ലേ? ആ 50,000 വാങ്ങാമല്ലോ. 35,000 വേണ്ടെന്ന് എന്തിനാണ് ക്യാൻസൽ ചെയ്തത്? വേറെ എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ 10,000 നിർത്തുന്നത്? നമ്മുടെ യാഥാർത്ഥ്യ ബോധത്തോടെ അന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തെ കാണാതെ ഞാനും നിങ്ങളും ഇന്ന് പൂർണ്ണ ആരോഗ്യവാന്മാരായി ഇരുന്നു കൊണ്ട് നമ്മളൊരു ചർച്ച സംഘടിപ്പിക്കുമ്പോൾ പറയരുത്. എന്റെ ചോദ്യത്തിലേക്ക് താങ്കൾ വരുന്നതേ ഇല്ല. താങ്കൾക്കത് മനസ്സിലാവുന്നതാണ്. അത് കാരണം എന്റെ ചോദ്യം ഒരിക്കൽ കൂടി പറയുകയാണ്. 25,000 ഈ പറയുന്ന 550 രൂപയ്ക്ക് സാർ എന്താണ് വല്ലാത്ത, ഞാൻ എല്ലാം അംഗീകരിക്കുന്നു എന്നോ, മനുഷ്യൻ വല്ലാത്ത സങ്കടപ്പെട്ട വല്ലാത്തൊരു സാഹചര്യം, PP കിറ്റുകൾ കിട്ടുമോ എന്ന് ആശങ്കപ്പെടുന്ന സാഹചര്യം ഒക്കെ ഒരു വല്ലാത്ത സാഹചര്യം, തർക്കമാക്കാരത്തില്ല. സ്ഥാപനത്തിൽ ഇത് ഞാൻ ഈ പറഞ്ഞതുപോലുള്ള എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ 10,000 ഓർഡർ ചെയ്തു. ഞാൻ ഈ പറഞ്ഞിട്ടുള്ള നമ്മൾ 10,000 ഓർഡർ ചെയ്തു. അവിടെ അല്ല 10,000 നമ്മൾ ഓർഡർ ചെയ്തു. ആ PP ചിത്രരഞ്ജൻ 500. അപ്പൊ ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് നമ്മൾ ഓർഡർ ചെയ്യുന്ന ഒരു സാഹചര്യമല്ലേ? അപ്പൊ ആ കമ്പനി 25,000 തരാന്ന് പറയുന്നുണ്ട്. നമ്മളവിടെ 10,000 ഓർഡർ ചെയ്യുന്നുള്ളൂ. എന്നിട്ട് തൊട്ട് പിറ്റേ ദിവസം എന്ന് പറഞ്ഞാൽ തൊട്ട് പിറ്റേ ദിവസം 30-ാം തീയതി ആകുമ്പോഴേക്കും നമ്മൾ സാൻ ഫാർമയിലേക്ക് അങ്ങോട്ട് കത്തയക്കുക. അതെന്തിനാ? എന്റെ PP ചിത്രരഞ്ജൻ 550 രൂപയ്ക്ക് 25,000 PP കിറ്റുകൾ ഞങ്ങൾ തരാം എന്ന് പറയുന്ന ഒരു കമ്പനി, അനിത, എന്താണ് അതിന്റെ പേര്, അനിത ടെക്സ്കോട്ട് എന്ന് പറയുന്ന കമ്പനി. ആ കത്ത് സർക്കാരിന്റെ പക്കലുണ്ട്. നമ്മൾ 10,000 കിറ്റുകൾ വാങ്ങാൻ തീരുമാനിക്കുന്നു. അതിൽ 5,000 കിറ്റ് മാത്രം വാങ്ങുന്നു. അതിനുശേഷം 1,550 രൂപയ്ക്ക് അങ്ങോട്ട് സാൻ ഫാർമയിലേക്ക് നമ്മൾ ഓർഡർ കൊടുക്കുന്നു. എന്തിനാണത്? സാൻ ഫാർമയുടെ എക്സ്പീരിയൻസ് എന്താണ്? സാൻ ഫാർമ എന്ന് പറഞ്ഞ സ്ഥാപനം ഏതാണ്? നേരത്തെ നിങ്ങൾ പറഞ്ഞ സ്ഥാപനം പോലെ അല്ല. അന്ന് ഉള്ള സ്ഥലത്തൊന്ന് വാങ്ങി. അന്ന് വിലയല്ലല്ലോ പ്രശ്നം. ഗുണനിലവാരമുള്ള നല്ല ഇത് നൽകിയിട്ടുള്ള പരിചയമുള്ള നല്ല കമ്പനികളിൽ നിന്ന് അല്ലെങ്കിൽ അതുണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ വാങ്ങുക എന്നുള്ളതിനപ്പുറത്തേക്ക് വേറെ കാര്യമില്ല. ഞാൻ ചോദിച്ച ഒരു കാര്യത്തിന് നിങ്ങൾക്ക് ഉത്തരവുണ്ടോ? അങ്ങനെയാണെങ്കിൽ എന്തിനാണ് 50,000-ന്റെ ഓർഡർ കൊടുത്തിട്ട്
15,000 കഴിച്ച് 35,000 ക്യാൻസൽ ചെയ്തത്. ഗവൺമെന്റിന് വേറെ ഏതെങ്കിലും ലക്ഷ്യം ഉണ്ടെങ്കിൽ ആ 50,000 വാങ്ങിച്ചാൽ പോരെ? അല്ലാതെ ചോദ്യമാണ്. അല്ല, അത് അഭിനോട് ചോദിക്കാം, അതെനിക്ക് മറുപടി ഞാൻ അവരോട് ചോദിക്കാം. പക്ഷെ നമ്മുടെ ചോദ്യം എന്താണ്, ഈ പറഞ്ഞ അനിത ടെക്സിക്കോട്ട് എന്ന് പറയുന്ന കമ്പനിയിൽ നമ്മൾ 10,000 ഓർഡർ കൊടുത്ത ഇതിന്റെ PP കിറ്റ് ഗുണനിലവാരം മോശമാണ് എന്ന് സർക്കാർ കണ്ടെത്തിയത് എങ്ങനെയാണ്? ആ കമ്പനി അതല്ല ഞങ്ങൾ പറഞ്ഞത്. അത് ഇതിലൊരു കമ്മിറ്റി ഉണ്ടല്ലോ, ആ കമ്മിറ്റി ഇത് പരിശോധിച്ചിട്ടുണ്ട്. ഈ കമ്മിറ്റി പരിശോധിച്ചിട്ട് ആ യൂണിറ്റിന്റെ ഉൽപ്പന്നങ്ങൾ, അന്ന് നമുക്ക് വലിയ നിലവാരം മാത്രം നോക്കാൻ ഒക്കില്ല. എന്നാൽ നല്ല നിലവാരത്തിലുള്ള സാധനങ്ങൾ, അതിന് തന്നെ ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് അടക്കമുള്ള സ്ഥാപനങ്ങൾ അതുണ്ടാക്കിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന സ്ഥാപനത്തിൽ നിന്ന് വാങ്ങുന്നതിന് വേണ്ടി, ഞാൻ പറഞ്ഞില്ലേ, അടിയന്തര സാഹചര്യത്തിൽ അത് വാങ്ങുന്നതിന് വേണ്ടിയുള്ള ഒരു പർച്ചേസ് കമ്മിറ്റി. ആ കമ്മിറ്റിയിൽ ആരൊക്കെ? ചീഫ് സെക്രട്ടറിയും മറ്റു സെക്രട്ടറിമാരും എല്ലാം അടങ്ങുന്ന ഒരു കമ്മിറ്റി. ആ കമ്മിറ്റിയാണ് ഇത് വാങ്ങി. അതിന് തന്നെ 50,000 ഓർഡർ കൊടുത്തത്. കുറച്ച് സാധനം കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ക്യാൻസൽ ചെയ്ത് 35,000 ക്യാൻസൽ ചെയ്തില്ലേ? ശരി, അത് മറുപടി 50,000 വാങ്ങാമല്ലോ. അഴിമതിയായിരുന്നു, ലക്ഷ്യമെങ്കിൽ മൊത്തം വാങ്ങാമായിരുന്നു. പക്ഷേ നമ്മൾ വാങ്ങിയ മൊത്തം 25 ചില്ലറ കോടിയിൽ 10.2 കോടി രൂപ എന്താണ് അധിക തുക? നേരെ 50%, നേരെ 50% അധിക തുകയാണെന്നാണ് CAG പറഞ്ഞത്. നമ്മൾ ഇത് CAG പറഞ്ഞാട്ടോ പറയുന്നത്. നിങ്ങൾ CAG വിട്ടിരിക്കുന്നത് എത്രയിലാണെന്ന് അറിയാവോ? ഇതിന്റെ കാശ് മൊത്തം കണക്ക് കൂട്ടിയിട്ട് നമ്മൾ വാങ്ങിയിട്ടുള്ള ലക്ഷക്കണക്കിന് വരുന്ന ഈ കിറ്റിന് ഈ വില വെച്ചാണ് അദ്ദേഹം തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ഞാൻ റിപ്പോർട്ടാ. നമ്മൾ ഈ 2G സ്പെക്ട്രത്തിലടക്കം CAGയുടെ ഈ കൺവെർട്ട് നമ്മൾ കണ്ടതാണ്. പല കാര്യങ്ങളും യാഥാർത്ഥ്യ ബോധത്തോടുള്ളതാണോ? ശരി, നമ്മൾ 2G സ്പെക്ട്രത്തിലടക്കം CAGയുടെ ഈ പ്രസ്യൂമബിൾ ലോസ് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഞാൻ വായിച്ച CAG റിപ്പോർട്ട് ആ ഭാഗത്ത് ഇത്തരത്തിൽ പ്രസ്യൂമബിൾ ലോസ് ആണോ അതോ 25 കോടി ചെലവാക്കിയതിൽ 10.2 കോടിയുടെ കാര്യം മാത്രമാണ് പറയുന്നത്? ഞാൻ ഒന്നൊന്ന് വായിച്ചു നോക്കാം. TP Jayendran, അഴിമതിയായിരുന്നു ലക്ഷ്യമെങ്കിൽ ഈ PP കിറ്റ് മൊത്തം ഈ സാൻ ഫാർമയിൽ പലരും പറയുന്നുണ്ട്. TP Jayendran അങ്ങനെ അഴിമതി ലക്ഷ്യമെങ്കിൽ സാൻ ഫാർമയ്ക്ക് ഓർഡർ കൊടുത്ത 50,000 ഈ പറഞ്ഞ കൂടിയ തുകയ്ക്ക് വന്നോട്ടെ എന്ന് വിചാരിച്ചാൽ പോരായിരുന്നോ TP Jayendran? TP കേൾക്കാമോ? ശരി, ഞാൻ കേൾക്കാം. അതിന്റെ മറുപടി എന്താണ്? അല്ല, ഒന്നാമത്തെ കാര്യം, 2-3 കാര്യങ്ങൾക്ക് മറുപടി പറയണം. ഒന്നാമത്തെ കാര്യം, ഇദ്ദേഹം കമ്പനി എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കുറേ നേരം പറയുന്ന ആ കമ്പനി എന്ന് പറഞ്ഞാൽ അത് സിംഗിൾ പ്രൊപ്പറേറ്റർഷിപ്പായിട്ടുള്ള ഒരു ഫേമാണ്. അത് കമ്പനിയായിട്ടൊന്നും ആരും കണക്ക് കൂട്ടിയിട്ടില്ല. 2, അവർക്ക് മാനുഫാക്ചറിങ് ഇല്ല. അവർ കേവലം ഔട്ട്സോഴ്സിങ് മാത്രമാണ്. മറ്റൊരു സ്ഥലത്ത് നിന്ന് സാധനം മേടിച്ച് വേറൊരു സ്ഥലത്തോട്ട് കൊടുക്കുക എന്നുള്ള സോഴ്സിങ് മാത്രമാണ് ഈ പറയുന്ന കമ്പനി ചെയ്യുന്നത്. പിന്നെ രണ്ടാമതായിട്ട്, നമ്മൾ മേടിച്ച കമ്പനികളൊക്കെ തന്നെ ഇങ്ങനെ സോഴ്സ് ചെയ്യുന്നതും അല്ലാത്തതുമായ കമ്പനികളൊക്കെ തന്നെയാണ് ഈ മേടിച്ചുകൊണ്ടിരിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ ആദ്യമായിട്ടല്ല PP കിറ്റ് മേടിക്കുന്നത്. കാരണം PP കിറ്റ് ഇതിനു മുമ്പും നമ്മുടെ ആശുപത്രികളിലുണ്ട്. ഇപ്പം നമ്മൾ ഓർക്കുന്നുണ്ട്, നിപ്പയുടെ സമയത്ത് നമ്മൾ PP കിറ്റ് ഉപയോഗിച്ച നമ്മുടെ ആരോഗ്യ ഉദ്യോഗസ്ഥരെ, ആരോഗ്യ പ്രവർത്തകരെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ആ PP കിറ്റൊക്കെ മോശം കമ്പനിയിൽ നിന്നാണോ മേടിച്ചത്? അങ്ങനെ ശ്രീ PP ചിത്തരഞ്ജന് എന്തെങ്കിലും അഭിപ്രായമുണ്ടോ? ആ PP കിറ്റ് 2014 മുതൽ അല്ലെങ്കിൽ 2010 മുതൽ PP കിറ്റ് തുടർച്ചയായി നമ്മുടെ കമ്പനിക്ക് അല്ലെങ്കിൽ സർക്കാരിന് തന്നുകൊണ്ടിരുന്ന കമ്പനികളുടെ ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. ആ കമ്പനികളൊക്കെ തന്നെ 500ഉം 550ഉം 400ഉം ഒക്കെ 450 രൂപയ്ക്ക് കോട്ട് ചെയ്യുമ്പോഴാണ് അന്നേ ദിവസം തന്നെ 1550 രൂപയ്ക്ക് മേടിച്ചത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഇനി 2, അദ്ദേഹം ഈ 50,000 ഓർഡർ ചെയ്തു, 15,000 ഞങ്ങൾ പിന്നീട് ഇത് ചെയ്തോളൂ എന്ന് പറയും. അതിൻ്റെ കാരണം എന്താണ്? ഈ 50,000 ഓർഡർ ചെയ്തിട്ട് ആദ്യത്തെ ഡെലിവറി എപ്പോഴാണ് വന്നത്? ഇപ്പം ഇദ്ദേഹം ഈ പറഞ്ഞ മികവേറിയ മേന്മയേറിയ ഈ ലോകത്തിലെ ഏറ്റവും മികച്ച PP കിറ്റ് തരുന്ന കമ്പനി, ആ കമ്പനിയാണ് നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞ് ഏറ്റവും താമസിച്ച് നമുക്ക് PP കിറ്റുകൾ വിതരണം ചെയ്തത്. അതായത് 22 ദിവസം കഴിഞ്ഞിട്ടാണ് PP കിറ്റുകൾ വിതരണം ചെയ്തത്. ബാക്കി എല്ലാ കമ്പനികളും 10 ദിവസത്തിനുള്ളിൽ PP കിറ്റ് വിതരണം ചെയ്തപ്പോഴാണ് 22 ദിവസങ്ങൾ കഴിഞ്ഞ് ഈ PP കിറ്റുകൾ വിതരണം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായത്. അപ്പോഴാണ് ഇവിടെ സാധനങ്ങളില്ലാതെ വന്നു. ഇവിടെ സാധനങ്ങളില്ലാതെ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ആ ബാക്കി തുക അല്ലെങ്കിൽ ബാക്കി സാധനങ്ങൾ അത് ക്യാൻസൽ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായതാണ്. അതും മാത്രമല്ല, അഡ്വാൻസ് ആയിട്ടുള്ള പൈസയും അവർക്ക് കൊടുത്തിരുന്നു. ഇവിടെ 50% അഡ്വാൻസ് തുക അവർക്ക് കൊടുത്തിരുന്നു. ഇപ്പൊ ഗ്ലൗസിന്റെ കാര്യത്തിലും ഈ സമാനമായ വിഷയമാണ് ഉണ്ടായത്. എന്താണ്? ഈ കഴക്കൂട്ടത്തുള്ള ഒരു കമ്പനി, എന്ത് കമ്പനിയാ? പച്ചക്കറിയൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ അത് സോഴ്സ് ചെയ്യുന്ന ഒരു കമ്പനി. ആ കമ്പനിക്കാണ് കേരള സർക്കാർ നിജപ്പെടുത്തിയിരുന്ന വില 7 രൂപ. അന്ന് ഒരു അത്യാവശ്യവും ഇല്ല. എസൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ടിന്റെ സർവ്വവിധ പരിധിയും കഴിഞ്ഞ് 2021
7.5 രൂപ മാത്രം ഗ്ലൗസിനുണ്ടായപ്പോഴാണ് ഈ പച്ചക്കറി കമ്പനിക്ക് നമ്മൾ 1 കോടി ഗ്ലൗസ് മേടിക്കാൻ വേണ്ടി 12.5 രൂപയ്ക്ക് നമ്മൾ കരാർ ഉറപ്പിച്ചത്. ഇത് കഴിഞ്ഞെന്ത് സംഭവിച്ചു? ഈ 12.5 കോടി രൂപയുടെ കരാറിൽ 50% കാശ് അഡ്വാൻസ് കൊടുത്തു. അതായത് ഏതാണ്ട് 6-6.25 കോടി രൂപ കൊടുത്തു. ഇവർ അത്രയും സാധനം നമുക്ക് തന്നില്ല. ബാക്കി കരാർ നമ്മൾ റദ്ദാക്കി കഴിഞ്ഞപ്പോൾ നമ്മൾ കൊടുത്ത അഡ്വാൻസ് തുകയുടെ 1 കോടി രൂപ ഇപ്പോഴും ആ കമ്പനിയുടെ കിടക്കുക. ആ തുക ഇതുവരെ നമുക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല. ഇപ്പോഴും കോടതി കേസ് കടന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞ പോലെയാണ് ഈ സാൻ ഫാർമയുടെയും വിഷയം. ഇപ്പൊ ശ്രീ പി ചിത്തരഞ്ജൻ, അതിനകത്ത് ഒറ്റ പ്രശ്നമേ ഉള്ളൂ. ഒന്ന്, അർജൻസി ഇല്ലാത്തതിന്റെ കാരണം നമുക്ക് എത്ര PPE കിറ്റ് തരാൻ വേണ്ടി ഗുണമേന്മയുള്ള കമ്പനികൾ, അതായത് നിങ്ങൾ അതിനു മുമ്പ് മേടിച്ചിരുന്ന PPE കിറ്റുകൾ ഈ സർക്കാർ തുടർച്ചയായി മേടിച്ചിരുന്ന നിപ്പയുടെ സമയത്തും മറ്റും പനികളുടെ സമയത്തും മേടിച്ചിരുന്ന കമ്പനികൾ അവർ തരാൻ ഇതിലും വില കുറഞ്ഞ 500 രൂപ എറൗണ്ടിൽ താഴെ തരാൻ തയ്യാറായി നിൽക്കുമ്പോഴാണ് അത് ഓർഡർ ചെയ്ത അതേ ദിവസം, അതായത് 28-നും 29-നും 500 രൂപയ്ക്കും 550 രൂപയ്ക്കും നമ്മൾ മേടിച്ച അതേ ദിവസം 1550 രൂപയ്ക്ക് മേടിച്ചത് എന്നതാണ് പ്രശ്നം. ആ പ്രശ്നമാണ് ഇവിടെ അഡ്രസ് ചെയ്യേണ്ടത്. അപ്പൊ എന്തിനാണ് നമുക്ക് ഇഷ്ടം പോലെ സാധനം കിട്ടാനുണ്ട്. ഇപ്പൊ കാക്കനാട് നിങ്ങൾക്ക് അരി 10 രൂപയ്ക്ക് ഇഷ്ടം പോലെ ഒരു കടയിൽ കിട്ടാനുണ്ട്. പക്ഷെ പറ്റില്ല, ഞാൻ 150 രൂപയ്ക്ക് അത് ഡൽഹിയിൽ പോയേ മേടിക്കുള്ളൂ എന്ന് പറഞ്ഞതുപോലെയാണ് ഈ സംഭവം. ഇത് ലോകായുക്തയെ ബന്ധപ്പെട്ടൊരു കേസ് നിൽക്കുന്നുണ്ട്. ആ കേസിന്റെ വ്യവഹാരങ്ങൾ നടക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇത് കോവിഡ് കാലം കേരളത്തിൽ മാത്രമല്ല, രാജ്യത്ത് എല്ലായിടത്തും സമാനമായ പ്രശ്നങ്ങൾ അവിടെയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ വല്ലാത്തൊരു വേവലാതി കാലമായിരുന്നു TP ജയചന്ദ്രനത്. ആ വേവലാതി കാലത്തുണ്ടായ ആ ഹറിബറിയിലുണ്ടായി ഇനി എന്തെങ്കിലും പാകപ്പിഴകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആ പാകപ്പിഴ മാത്രമാണെന്നും ഇത് എന്താണ് ഇത് പ്ലാൻ ചെയ്ത ഒരു കാട്ടുകൊള്ളയല്ല എന്ന വാദത്തിന് മറുപടി എന്താണ് TP ജയചന്ദ്രൻ? ഹാഷ്മി സൂചിപ്പിച്ച മാതിരിയിൽ ഈ പ്രത്യേക സാഹചര്യത്തിൽ ഒരുപക്ഷെ ലോകം മുഴുവൻ വിറങ്ങലിച്ച് നിന്ന ഒരു മുഹൂർത്തത്തിൽ, തീരുമാനമെടുക്കുന്നതിന് എല്ലാവരും അറച്ചു നിന്ന ഒരു മുഹൂർത്തത്തിൽ, ആവശ്യത്തിന് മെഡിക്കൽ ഉപകരണങ്ങൾ ലഭ്യമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു ഈ സംഭവ വികാസങ്ങൾ ഉണ്ടായത്. പക്ഷെ ഹാഷ്മിയുടെ ചോദ്യം ഞാൻ ആദ്യഘട്ടത്തിൽ കൃത്യമായി ശ്രദ്ധിച്ചു ചിത്തരഞ്ജനോട്. എന്തായിരുന്നു? 555 രൂപയ്ക്ക് കിട്ടുന്ന കിറ്റ് 1500 ചില്ലാനം രൂപയ്ക്ക് ഏതാണ്ട് 300 ഇരട്ടി അല്ലെങ്കിൽ 300% വർധനവിൽ 3 ഇരട്ടി 300% വർധനവിൽ വാങ്ങുന്നതിനുള്ള കാര്യം ചോദിക്കുമ്പോൾ ഹാഷ്മി ഒറ്റ ക്യാപ്സൂളുമായിട്ടാണ് ചിത്തരഞ്ജൻ വന്നിരിക്കുന്നത്. 50,000 ആവശ്യപ്പെട്ട ഞങ്ങൾ 15,000 എടുത്തിട്ടുള്ളൂ, ഞങ്ങൾക്ക് 35,000 നിന്നും കിട്ടുന്നത് നഷ്ടപ്പെട്ടു. രണ്ടാമത് ഇതൊരു വലിയ കമ്പനിയുടെ ഭാഗമായിരുന്നു. ചിത്തരഞ്ജൻ മറച്ചു വെക്കും. താങ്കൾ പറഞ്ഞ ലോകായുക്തയുടെ കേസുമായി ബന്ധപ്പെട്ട് അവിടെ കേരളത്തിലെ KMCLന്റെ വെയർഹൗസിൽ സൂക്ഷിച്ചിരിക്കുന്ന മെഡിക്കൽ ഉപകരണങ്ങളുടെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് അതിനെക്കുറിച്ചൊരു പ്രാഥമിക പരിശോധനയ്ക്ക് വേണ്ടി അംഗങ്ങൾ എത്തിയതിൻ്റെ തലേ ദിവസം, കൃത്യം പറഞ്ഞാൽ 2023 മെയ് മാസം 23-ാം തീയതി ഈ കേരളത്തിലെ മരുന്നുശാലയുടെ ഗോഡൌണിൽ തീപിടുത്തമുണ്ടാവുന്നു. എന്തുകൊണ്ടാണ് ചിത്തരഞ്ജൻ ഇങ്ങനെ കൃത്യം ഈ ദിവസം മാത്രം ഇതുണ്ടായത്? ഇനിയിപ്പോൾ പറഞ്ഞ മാതിരി യുദ്ധകാലാടിസ്ഥാനത്തിൽ ഉണ്ടായിരുന്ന ഒരു ബുദ്ധിമുട്ടാണോ? നോക്കൂ, അന്ന് നമ്മൾ ഏറെ ചർച്ച ചെയ്ത കാര്യങ്ങൾക്കപ്പുറത്ത് ഹാഷ്മി ചില കാര്യങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. നോക്കൂ, എത്ര അപായകരമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മൾ പോകുന്നത്. കേരളത്തിൽ വിതരണം ചെയ്തത് കാലാവധി കഴിഞ്ഞ മരുന്നുകളായിരുന്നു. 2016 മുതൽ 22 വരെ 148 ആശുപത്രികളിൽ നിർത്തലാക്കിയ മരുന്നുകൾ വിതരണം ചെയ്തിട്ടുണ്ട്. 4 ദിവസം കൊണ്ട് എസൻഷ്യൽ കമ്മോഡിറ്റീസ് ആയ ചില ഉൽപ്പന്നങ്ങളുടെ വില വർധനവ് 300% കൂടുതലാണ്. നോക്കൂ, ഈ വസ്തുത വരുമ്പോൾ നമ്മൾ അന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ നിൽക്കണം. നോക്കൂ, ഇവിടെ ചിത്തരഞ്ജൻ പറഞ്ഞ മാതിരി ഒരു കമ്പനിയുമായിട്ടല്ല സർ നിങ്ങൾ കരാർ ഉണ്ടാക്കിയത്. നോക്കൂ, 2021 ഓഗസ്റ്റ് വരെ KMSCL 224 കമ്പനികളുമായിട്ട് കരാർ ഉണ്ടാക്കിയിട്ടുണ്ട്. 80% തട്ടിക്കൂട്ട് കമ്പനികളായിരുന്നു. CPM നേതാക്കന്മാർ, KMCL ഉദ്യോഗസ്ഥന്മാർ, അവരുടെ ബന്ധുക്കൾ, പച്ചക്കറി കടകൾ, ഇത്തരം മരുന്നുമായി ഒരു ബന്ധവുമില്ലാത്ത കടകൾ. ഞാൻ വ്യക്തമായി പറയാം എന്തുകൊണ്ടാണ് അത് ലോകായുക്തയുടെ മുമ്പിലേക്ക് ഒരു കേസെത്തിയത്. നോക്കൂ, ബ്രിട്ടനിൽ നിന്ന് 12.15 കോടി രൂപയുടെ മലേഷ്യൻ നിർമ്മിത ഗ്ലൗസ് ഇറക്കുമതി ചെയ്തത് കഴക്കൂട്ടത്തെ കമ്പനി. ആ കഴക്കൂട്ടത്തെ കമ്പനിയുടെ ആപ്പീസ് അന്വേഷിച്ച് പോയപ്പോൾ അങ്ങനെ ഒരു ആപ്പീസേ കഴക്കൂട്ടത്തില്ല. അവർക്ക് വെബ്സൈറ്റ് ഇല്ല. സർജിക്കൽ ഉപകരണത്തോടൊപ്പം പഴം പച്ചക്കറി വിതരണവുമായി ബന്ധപ്പെട്ട
ചില ഏജൻസികളിൽ നിന്നും സാധനങ്ങൾ വാങ്ങിയതായിട്ട് രേഖ. എറണാകുളം സ്ഥാപനത്തിൽ 10 ലക്ഷം രൂപയുടെ ഇൻഫ്രാറെഡ് തെർമോമീറ്റർ വാങ്ങിയ വകയിൽ ആ കമ്പനിയുടെ രേഖ വെബ് പരിശോധിച്ചപ്പോൾ അവർ ഇറക്കുമതി ചെയ്യുന്നത് ഗ്ലൗസ് മാത്രം. ഞാൻ നീട്ടിപ്പരത്തി ലിസ്റ്റ് പറയുന്നില്ല. ഇതിനെക്കുറിച്ച് അന്വേഷിക്കാനാണ് ഞാൻ പറഞ്ഞ 2023 മെയ് മാസം 23-ാം തീയതി കമ്പനിയുടെ വെയർഹൗസിംഗിലേക്ക് എത്തിയ ഉദ്യോഗസ്ഥന്മാർ കാണുന്നത് എല്ലാം കത്തിക്കരിഞ്ഞിരിക്കുന്നു. ഗുണമേന്മ പരിശോധിക്കാനുള്ള ഉപകരണങ്ങൾ കത്തിപ്പോയി, എണ്ണമെടുക്കാനുള്ള ഉപകരണങ്ങൾ കത്തിപ്പോയി. നോക്കൂ, കേരളത്തിൽ എത്തിയിരിക്കുന്ന നമ്പർ 1 കേരളത്തിൽ. എൻ്റെ മുമ്പിൽ മറ്റൊരു പാട്ടുകൂടി ഉണ്ട് ഹാഷ്മി. ചെമ്പടയ്ക്ക് കാവലാൾ ചെങ്കനൽ കനക്കൊരാൾ, അതിൻ്റെ 2ാമത്തെ ഘട്ടത്തിൽ. രോഗദുരിത കാലവും കാലവർഷക്കെടുതിയും ആയിരങ്ങളെ കവർന്ന നാളിൽ നീ തളർന്നിടാതെ സുരക്ഷിതത്വമേകിടാൻ വഴിവിളക്കായി മുന്നിൽ നിന്നും സമരധീര നായകൻ പിണറായി വിജയൻ സഖാവ് തന്നെ. നോക്കൂ, ഇപ്പൊ പുറത്തു വരുന്നത് എന്താണ്? ഇന്ന് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ പുറത്തുവിട്ടിരിക്കുന്നത് ഈ രോഗദുരിത കാലവും പ്രളയ ദുരന്ത കാലവും ചിലർക്ക് സാധാരണക്കാരനെ കൊള്ളയടിക്കാനുള്ള, അതിൻ്റെ മറവിൽ ഖജനാവ് കീശയിലാക്കാനുള്ളതായിരുന്നു എന്ന അന്നത്തെ ആരോപണം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പുച്ഛിച്ചു തള്ളിയവർക്ക് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഇന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു കാലഘട്ടത്തിൽ നാം അലങ്കരിച്ചിരുന്നു ഹാഷ്മി, കേരളം ആരോഗ്യരംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് യൂറോപ്പിനോട് കിടപിടിക്കുന്നതാണ് എന്ന്. എങ്കിൽ ഇന്ന് പറയുന്നു ഡോക്ടർമാർ നിശ്ചയിക്കുന്ന കാര്യത്തിൽ, ഡോക്ടർ പോപ്പുലേഷൻ റേഷ്യോയുടെ കാര്യത്തിൽ, നേഴ്സ് ബെഡ് റേഷ്യോയുടെ കാര്യത്തിൽ, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കാര്യത്തിൽ, എന്തിനേറെ കേരളത്തിലെ നമ്പർ 1 ആരോഗ്യ മേഖലയിൽ കോഴിക്കോട് സമരം നടക്കുമ്പോൾ അങ്ങ് കോട്ടയത്ത് കൂട്ടിരിപ്പുകാരൻ്റെ തലയിൽ അങ്ങ് മുകളിൽ നിന്ന് ഒട്ടിച്ചിരിക്കുന്ന പ്ലാസ്റ്റർ അടർന്നു വീണ് രോഗി. ശരി മാഷ്, ഒരു ഇടവേളയ്ക്ക് കേട്ടോ. 2020 ഒക്ടോബർ 14 ഇപ്പോൾ UN വെബ്സൈറ്റിൽ കിടപ്പുണ്ട്. അതിന്റെ അന്റോണിയോ ഗുട്ടറസിന്റെ ഒരു സർക്കുലർ. സാധാരണഗതിയിൽ അത് അവർക്ക് UN പതിവില്ലാത്തതാണ്. അതിൽ ബിട്രയൽ ഓഫ് പബ്ലിക് ട്രസ്റ്റ് എന്ന് പറഞ്ഞ ഹെഡിൽ വരുന്ന 2020 കോവിഡ് എന്താണ് ആയി വരുന്ന സമയമാണ്. അതിൽ പറയുന്നതാണ് കറപ്ഷൻ ഈസ് ക്രിമിനൽ, ഇമ്മോറൽ ആൻഡ് ദ അൾട്ടിമേറ്റ് ബിട്രയൽ ഓഫ് പബ്ലിക് ട്രസ്റ്റ്. അതിലിങ്ങനെ പറഞ്ഞു വന്നിട്ട് the response to the virus is creating new opportunities to exploit weak oversight and inadequate transparency, diverting funds away from people in their hour of greatest need. Governments may act in haste without verifying suppliers or determine fair price. എന്ന് പറഞ്ഞാൽ അന്റോണിയോ ഗുട്ടറസ് അന്ന് ഈ സർക്കുലറിൽ പറയുന്ന എന്താണ്? കോവിഡ് കാലം അഴിമതിക്കുള്ള മാർഗമാക്കി സർക്കാരുകൾ മാറ്റിയേക്കാം. അതുകൊണ്ട് ഈ ഭരണാധികാരികളെ ജനം ഓഡിറ്റിന്റെ കൺമുനയിൽ നിർത്തണം, ഇല്ലെങ്കിൽ കൊള്ളയടിക്കുമെന്ന് പറഞ്ഞത് അന്ന് UN ഒരു പ്രവചന സ്വഭാവത്തിൽ UN അക്കാലത്ത് പറഞ്ഞതാണ്. UN പറഞ്ഞതുപോലെ സംഭവിക്കുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. പി ചിത്രഞ്ജൻ, താങ്കൾ ഈ പറഞ്ഞ എന്താണ് സാൻ ഫാർമ എന്ന കമ്പനി, അല്ലെങ്കിൽ അത് കമ്പനി എന്ന് പറയാൻ കഴിയില്ല, അതിന് മാനുഫാക്ചറിംഗ് ഇല്ലാത്ത ഒറ്റയാൾ ഇടനിലക്കാരൻ ഇപ്പോൾ എവിടെയാണെന്ന് അറിയില്ല. അദ്ദേഹം ഗൂഗിളിൽ തപ്പിയാൽ 2010 പൂട്ടിപ്പോയ പഴയ ഏതോ സാൻ ഫാർമ കമ്പനിയുടെ വിശദാംശങ്ങൾ മാത്രമേ അതിലുള്ളൂ. ആ കമ്പനി ഏതാണെന്നോ എവിടെയാണെന്നോ നമുക്കറിയില്ല. മാത്രമല്ല, അർജന്റ് ആണെങ്കിൽ നമ്മൾ മഹാരാഷ്ട്രയിൽ സോളാപൂരിൽ പ്രവർത്തിക്കുന്ന ഈ കമ്പനിയിലേക്ക് നമ്മൾ അങ്ങോട്ട് കത്തയക്കേണ്ട കാര്യമുണ്ടോ? രണ്ടാമത്തെ കാര്യം, താങ്കൾ പറഞ്ഞ ഈ പറയുന്ന യൂറോപ്യൻ യൂണിയൻ സ്റ്റാൻഡേർഡ് എന്നൊക്കെ പറയുന്ന ഈ ഇടനിലക്കാരൻ്റെ അവകാശവാദങ്ങൾക്കപ്പുറം അത് തെളിയിക്കുന്ന ഒരൊറ്റ പേപ്പർ അങ്ങേക്ക് കാണിച്ചു തരാൻ കഴിയുമോ? പിന്നെ താങ്കൾ ഈ പറഞ്ഞ ഹിന്ദുസ്ഥാൻ ലിവറോ അല്ല, ഹിന്ദുസ്ഥാൻ ഒന്നുമല്ല, അവരുടെ പേരന്റ് കമ്പനി അൽ മെഡിക്കോസ് എന്ന് പറഞ്ഞ ഏതോ ഒരു കമ്പനിയാണ്. ആ കമ്പനിയും അവകാശപ്പെടുന്ന യൂറോപ്യൻ യൂണിയൻ സ്റ്റാൻഡേർഡ്. എന്ത് യൂറോപ്യൻ യൂണിയൻ സ്റ്റാൻഡേർഡ്? പോട്ടെ, പി ചിത്രഞ്ജൻ, നമ്മൾ നിപ്പയുടെ സമയത്ത് നമ്മൾ വാങ്ങിയതാണ്. എവിടെ നിന്നൊക്കെ വാങ്ങി? നമ്മൾ നിപ്പയുടെ സമയത്ത് നമ്മൾ വാങ്ങിയത് എന്താണ്? നമ്മൾ ഇവിടുന്ന് വാങ്ങി, നമ്മൾ കെറോൺ എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് വാങ്ങി 456 രൂപ. നമ്മൾ ന്യൂ കെയർ ഹൈജീൻ പ്രൊഡക്ട്സിൽ നിന്ന് വാങ്ങി 472 രൂപ. നമ്മൾ ബയോമെഡിക്സിൽ നിന്ന് വാങ്ങി 483 രൂപ. ഇതിലും വലിയ ഭീകരമായ നിപ്പ എന്ന് പറയുന്ന രോഗകാലത്ത് നമ്മൾ വാങ്ങിയതാണ്. അതിനൊരു യൂറോപ്യൻ യൂണിയൻ സ്റ്റാൻഡേർഡും ഇല്ലെങ്കിലും അത് നന്നായി വർക്ക് ചെയ്തില്ലേ സാർ? ആ കമ്പനികളൊക്കെ ഇപ്പോഴും അതേ തുകയ്ക്ക് തരാം എന്ന് നമ്മളോട് പറയുന്നു. മറ്റൊരു കമ്പനി 500 രൂപ മുകളിൽ തരാമെന്ന്, 25,000 തരാമെന്ന് നമ്മൾ പറയുന്നു. നമ്മൾ ഈ അർജൻസി ഒക്കെ പറയുകയും ഒരു അർജൻറ്റും അല്ലാത്ത 16 ദിവസം കഴിഞ്ഞ് കിട്ടുന്ന ഒരു കമ്പനിയിലേക്ക് നമ്മൾ അങ്ങോട്ടേക്ക് ചോദിക്കുക, എന്നിട്ട് നമ്മൾ ഇതിന്റെ നേരെ ഇരട്ടി പൈസയ്ക്ക് നമ്മൾ വാങ്ങുക. ഇത് അഴിമതി അല്ലെന്ന് പറയുകയാണോ അങ്ങ് പി ചിത്രഞ്ജൻ? അതെ, അഴിമതി അല്ലെന്ന് പറയുക മാത്രമല്ല, അഴിമതി അല്ല എന്നുള്ളത് തെളിയുകയും ചെയ്യുമല്ലോ. നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് ചർച്ച ചെയ്യുന്നതിനകത്ത് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വിവരങ്ങളൊക്കെ വെച്ച് നിങ്ങൾ ചർച്ച ചെയ്തു. പക്ഷേ അതിൻ്റെ വസ്തുതകളായിട്ട് കാണണം. ഞാൻ ചോദിച്ച ചോദ്യത്തിന് പ്രിയപ്പെട്ട അബിൻ വർക്കി പറഞ്ഞത് ഓർഡർ ചെയ്തിട്ട് കിട്ടാത്തതുകൊണ്ട് 30,000 ക്യാൻസൽ ചെയ്തതെന്നാണ്. അത് വസ്തുതാപരമാണോ? ഞാൻ പറഞ്ഞില്ലേ, വില കുറച്ച് സാധനം കിട്ടുന്നു എന്ന് ഉറപ്പ് വന്നപ്പോൾ
കൊടുത്ത ഓർഡർ റദ്ദ് ചെയ്യുവാൻ തന്നെ തയ്യാറായിട്ടുള്ളത് തെറ്റായ വാദമാണ്. നിങ്ങൾ തെറ്റായ വാദമാണ്. സാൻ ഫാർമയിലേക്ക് ഈ കൂടിയ വിലക്ക് അങ്ങോട്ടേക്ക് നമ്മൾ ചോദിക്കുന്ന സമയത്ത് താങ്കൾ ഈ പറഞ്ഞ വിലക്ക് ഇവിടെ കിട്ടും, ഇഷ്ടം പോലെ PP കിറ്റ് കിട്ടുമെന്ന് പറയുന്നുണ്ടല്ലോ ഇവിടെ ഈ കമ്പനികളൊക്കെ. നിങ്ങൾ മനസ്സിലാക്കി അതിനെ മറികടന്ന് സാൻ ഫാർമയ്ക്ക് നമ്മൾ അങ്ങോട്ട് ചോദിച്ചു. എന്തിനാണ് 1550 രൂപയ്ക്ക്? സുഹൃത്തെ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കൂ. എങ്ങനെയാണ് ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത് നിങ്ങൾ ആദ്യം ഒന്ന് അറിയൂ. അല്ലാതെ ചുമ്മാതെ എന്തെങ്കിലും നമ്മൾ വിളിച്ചു പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇവിടെ കേരളത്തിൽ ആദ്യം ഇതിന് വേണ്ടി വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ച 10 ലക്ഷം PP കിറ്റുകളാണ്. അപ്പോൾ 8 ലക്ഷം PP കിറ്റുകൾ 2 മാസത്തിനുള്ളിൽ സംഭരിക്കണമെന്ന് നിശ്ചയിക്കുകയാണ്. കേരള മെഡിക്കൽ സയൻസ് കോർപ്പറേഷൻ അതിനെ ചുമതലപ്പെടുത്തുകയാണ്. ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞ ഒരു ക്രൈസിസ് മാനേജ്മെൻറ്റ് ഗ്രൂപ്പ്, അതിൻ്റെ അധ്യക്ഷൻ ചീഫ് സെക്രട്ടറിയാണ്. ചീഫ് സെക്രട്ടറി അധ്യക്ഷനായിട്ടുള്ള ക്രൈസിസ് മാനേജ്മെൻറ്റ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിരുന്നു. ആ ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹമാണ്, ഈ ചീഫ് സെക്രട്ടറിയാണ് അതിൻ്റെ കമ്മിറ്റിയുടെ അധ്യക്ഷൻ. അവരിത് ചർച്ച ചെയ്ത സാഹചര്യത്തിൽ പുറത്തു നിന്ന് വിതരണക്കാരെ നമുക്ക് ലഭ്യമാകാൻ വേണ്ടിയുള്ള നടപടി നടത്താൻ സ്വീകരിച്ചു. പക്ഷേ ആ ലഭ്യമാകുന്നതിനകത്ത് കുറവ് സംഭവിച്ചപ്പോൾ എന്ത് ചെയ്തു? ഈ സാധനത്തിൻ്റെ ആവശ്യകതകൾ മനസ്സിലാക്കിക്കൊണ്ട് 50% തുക മുൻകൂറായി നൽകിക്കൊണ്ട് PP ചിത്തരഞ്ജൻ, എന്റെ ചോദ്യം അങ്ങ് മനസ്സിലാവാത്തതല്ല. കേരള മെഡിക്കൽ സയൻസ് എന്റെ ചോദ്യം അങ്ങ് മനസ്സിലാവാത്ത, അല്ലെങ്കിൽ അങ്ങ് നോക്കി വായിക്കുന്ന അതിൽ ഈ പറയുന്ന കാര്യങ്ങളില്ല. അതുകൊണ്ടാണ് പ്രശ്നം. എന്താണ് ഈ കുറഞ്ഞ വിലക്ക് ഇഷ്ടം പോലെ PP കിറ്റ് കിട്ടി ഉണ്ടായിരുന്നു ആ സമയത്ത്? നിങ്ങൾ ഈ പറയുന്ന അർജൻസി സാധനം കിട്ടാനുള്ളത് കള്ളം പറയലായിരുന്നു ആരോഗ്യമന്ത്രി അടക്കമുള്ളവർ. സാധനം കിട്ടാനുണ്ടായിരുന്നു PP ചിത്തരഞ്ജൻ, ഇഷ്ടം പോലെ സാധനം കിട്ടാനുണ്ടായിരുന്നു കുറഞ്ഞ വിലക്ക്. അത് വേണ്ട എന്ന് പറഞ്ഞ് കൂടിയ വിലക്ക് ഏതോ മഹാരാഷ്ട്ര കിടക്കുന്ന സോളാപൂർ കിടക്കുന്ന കമ്പനി അങ്ങോട്ട് വിലച്ച് എന്തിനാ? എന്നിട്ട് ആ സാധനം വന്ന എപ്പോഴാ? 16 ദിവസം കഴിഞ്ഞപ്പോ. എന്ത് അർജൻസിയാണ്? ഇനി പോട്ടെ, സാൻ ഫാർമയ്ക്ക് അയച്ച ലെറ്റർ ഓഫ് ഇന്റന്റിൽ അർജൻസി ഒരു വാക്ക് കാണിച്ചു തരാമോ? സുഹൃത്തെ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങളടുത്ത്. 15,000 PP കിറ്റിനെ കുറിച്ചേ ഉള്ളൂ നിങ്ങൾക്ക് ആക്ഷേപം? വാങ്ങിച്ച 15,000 PP കിറ്റിനെ കുറിച്ചാണോ നിങ്ങൾക്ക് ആക്ഷേപം? അതാ മൊത്തം PP കിറ്റിനെ കുറിച്ചാണോ? എനിക്കൊന്ന് അറിഞ്ഞാക്കൊള്ളാം. PP ചിത്രൻ, എന്റെ വളരെ ലഘുവായ ഒറ്റ ചോദ്യം അങ്ങേക്ക് ഡബിൾ സ്റ്റാറിൽ അവരോട് പറയാൻ പറ്റുമോ? എന്റെ ലഘുവായ ഒറ്റ ചോദ്യമാണ്. നമുക്ക് 15,000 നിൽക്കാം. എന്റെ ചോദ്യത്തിന് ഉത്തരം പറയൂ. സാറേ, ഈ പറയുന്ന 25 കോടി പർച്ചേസിൽ 10.5 കോടി അധിക തുകയാണ് പറയുന്നത്, അഴിമതിയാണെന്ന CAG പറയുന്നത്. ഈ പറയുന്ന 25 കോടി എന്ന് പറഞ്ഞാൽ ഈ കോവിഡ് കാല പർച്ചേസ് കുറഞ്ഞത് 1000 കോടി വരില്ലേ? PP ചിത്തരഞ്ജൻ, കോവിഡ് കാല പർച്ചേസ് ഏറ്റവും കുറഞ്ഞ 1000 കോടി വരില്ലേ? ഈ കണക്ക് പ്രകാരമാണെങ്കിൽ അങ്ങോട്ട് അപ്ലൈ ചെയ്താൽ 1000 കോടിയിൽ 1500 കോടി 500 കോടി അഴിമതി നടത്തിയിട്ടുണ്ടാവില്ലേ PP ചിത്തരഞ്ജൻ? എന്റെ ചോദ്യം അതല്ല. എന്റെ ചോദ്യം, നമുക്ക് 25,000 PP കിറ്റുകൾ കുറഞ്ഞ വിലക്ക് കിട്ടാം. എങ്ങനെയാണ് നിങ്ങളിത്? PP ചിത്തരഞ്ജൻ, ഞാൻ കൃത്യം പറയാം. 25,000 PP കിറ്റുകൾ 500 രൂപയ്ക്ക് 550 രൂപയ്ക്ക് ഞങ്ങൾ തരാമെന്നൊരു കമ്പനി പറയുന്നു. ആ കമ്പനിയോട് നമ്മൾ 10,000 PP കിറ്റ് താന്ന് പറയുന്നു. ഈ പറയുന്ന അർജൻസി ഉണ്ടെങ്കിൽ ആ കമ്പനി 25,000 വാങ്ങണ്ടേ PP ചിത്തരഞ്ജൻ? ഈ പറയുന്ന ബാക്കി കിറോൺ അടക്കമുള്ള കമ്പനികൾ 500 രൂപയിൽ താഴെ തരാമെന്ന് പറയുന്നു. അവരിൽ നിന്ന് വാങ്ങണ്ടേ? പല സ്ഥാപനത്തിന് ഓർഡർ കൊടുത്തു. ഇത് നിങ്ങൾ വെടിവെക്ക് മുമ്പ് ഞാൻ അങ്ങോട്ട് പറയുന്നത് കേൾക്കൂ. പല സ്ഥാപനങ്ങൾക്ക് ഓർഡർ കൊടുത്തു. ഈ പറഞ്ഞിട്ടുള്ള സാൻ ഫാർമയ്ക്ക് 50,000 കൊടുത്തു. അവിടുന്ന് വില കുറച്ച് പിന്നെ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുമെന്ന് കണ്ടപ്പോൾ 35,000 ക്യാൻസൽ ചെയ്തു. 15,000 ആയി. 15,000 50,000 രൂപ കൂടിയ വിലക്ക് സാൻ ഫാർമയോട് ചോദിക്കുമ്പോൾ അനുമതി 50,000 PP കിറ്റുകൾ ഇരട്ടിയിലധികം വിലക്ക് സാൻ ഫാർമയോട് ചോദിക്കുമ്പോൾ അതിൽ കുറഞ്ഞ വിലക്ക് ഇഷ്ടം പോലെ PP കിറ്റ് ഇവിടെ കിട്ടും. അതെന്തിനാണ് അപ്പൊ അങ്ങോട്ട് നമ്മൾ ചോദിക്കുന്നത്? PP ചിത്തരഞ്ജൻ, എന്റെ ചോദ്യത്തിൽ താങ്കൾ ഒഴിഞ്ഞുമാറല്ലേ? താങ്കൾ ഒഴിഞ്ഞുമാറാണ്. ഇവിടെ 500 രൂപയിൽ താഴെയും 500 രൂപയ്ക്കും ഇഷ്ടം പോലെ PP കിറ്റ് ലഭ്യമാണെന്നിരിക്കെ ഇരട്ടിയിലധികം തുകയ്ക്ക് അങ്ങോട്ടേക്ക് സാൻ ഫാർമയിലേക്ക് കത്തെഴുതി എന്തിനാണ്? അവിടെ ഒന്ന് വാങ്ങാൻ പോയത് എന്തിനാണ്? നിങ്ങൾ പറയൂ സുഹൃത്തെ, എത്ര PP കിറ്റിലാണ് അഴിമതി നടന്നത്? അത് നിങ്ങളാ പറയണ്ടേ, ഞാനാണോ പറയണ്ടേ? എത്ര PP കിറ്റിലാണ് അഴിമതി നടന്നത്? അത് നിങ്ങളാ പറയണ്ടേ, ഞാനാണോ പറയണ്ടേ? അത് അഴിമതി നടത്തിയവരാണ്, ഞാനാണോ പറയണ്ടേ? അല്ലല്ല, അത് അഴിമതി നടത്തിയവരാണ്, ഞാനല്ല. അല്ല, അത് അഴിമതി നടത്തിയവർ, ഞാനല്ല പറയണ്ടേ. എന്റെ വളരെ ലഘുവായ ചോദ്യം, ഞാൻ വിശ്വസിച്ചിരുന്നില്ല ഇതൊന്നും. ഞാൻ വിശ്വസിച്ചിരുന്നില്ല. ഈ കത്ത് പുറത്തു വരുന്നുണ്ട്. ഈ കത്തിൽ പറയുന്നത് എന്താണ്? 25,000 കിറ്റ് 550 രൂപയ്ക്ക് ഞങ്ങൾ തരാം എന്ന് പറയുകയാണ്. എന്നിട്ട് മുൻ ആരോഗ്യമന്ത്രി പച്ചക്കള്ളം പറയുക. ആ സമയത്ത് കിറ്റ് കിട്ടാനില്ല. പച്ചക്കള്ളമല്ലേ പറയുന്നതെന്ന് അന്നത്തെ ആരോഗ്യമന്ത്രി പറഞ്ഞത് നുണയല്ലേ?
ആ വാക്ക് സൂക്ഷിച്ച് ഉപേക്ഷിക്കണം. നുണയല്ലേ പറഞ്ഞത്? നുണയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ആണ്. ലഭ്യത കുറവില്ല. അന്ന് ലഭ്യത കുറവില്ല. ഉത്തരം പറയാമോ സുഹൃത്തെ? അന്ന് ലഭ്യത കുറവില്ല. മുൻ ആരോഗ്യമന്ത്രി പറഞ്ഞ എന്താണ്? മുൻ ആരോഗ്യമന്ത്രി പറഞ്ഞ എന്താണ്? 550 രൂപയ്ക്ക് ഇവിടെ കിറ്റ് കിട്ടാനില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടായോ? നിങ്ങൾ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയൂ. എന്താ? 15,000 PP കിറ്റിലാണോ അഴിമതി? മൊത്തം PP കിറ്റിലാണോ അഴിമതി? പറയൂ. സാറേ 1.5 ലക്ഷം രൂപയ്ക്ക് 1.5 ലക്ഷം രൂപയ്ക്ക് എന്താണ് 25 ലക്ഷത്തിൽ 1.5 കോടിയും അഴിമതിയാണെങ്കിൽ മൊത്തം അന്വേഷിക്കണം. 25 കോടിയിൽ 1.5 കോടിയും അഴിമതിയാണെങ്കിൽ മൊത്തം അന്വേഷിക്കണ്ടേ? എന്നാലേ അറിയൂ. എന്നാലേ അറിയൂ. എന്നാലേ അറിയൂ. 15,000 കിറ്റിനെ കുറിച്ചാണല്ലോ. അല്ല പിപി ചിത്രഞ്ജൻ, അല്ല 15,000 കിറ്റിൽ ഇത്രയും അഴിമതിയാണെങ്കിൽ മൊത്തം പർച്ചേസ് അന്വേഷിക്കണ്ടേ പിപി ചിത്രഞ്ജൻ? താങ്കളുടെ വാദപ്രകാരം 15,000 കിറ്റാണ് അഴിമതിയെങ്കിൽ മൊത്തം പർച്ചേസ് അന്വേഷിക്കണ്ടേ? കൊടിയ കൊള്ളയാവില്ലേ അത്? വല്ല പഠിച്ചിട്ടാണോ പറയുന്നത്? അതെ അതെ, കൊടിയ കൊള്ള. നിങ്ങള് യു പിയില് ഓക്സിജൻ കിട്ടാത്ത കുഞ്ഞുങ്ങൾ പിടഞ്ഞു വീണ് മരിച്ചു. കോവിഡ് കാലത്ത് മൃതശരീരങ്ങൾ ഗംഗാനദിയിലൂടെ ഒഴുകി നടന്നു. ഈ കേരളത്തിൽ ഒന്നും ഉണ്ടായില്ല. രണ്ടാമത്തെ സ്റ്റേറ്റാ രാജ്യത്ത്. മഹാരാഷ്ട്ര കഴിഞ്ഞാൽ കോവിഡ് കാരണം ആളുകൾ മരിച്ചുകൂടി രണ്ടാമത്തെ സ്റ്റേറ്റാ കേരളം. എന്ത് മിറ്റിഗേഷൻ? കോവിഡിൽ അന്ന് നമ്മൾ പറഞ്ഞ ഇക്കാര്യത്തിൽ ഇവിടെ മരണനിരക്ക് കുറവാണ്. ഇവിടെ മരണനിരക്ക് പൂഴ്ത്തിവെച്ചു. ഇവിടെ മരണനിരക്ക് നമ്മൾ പൂഴ്ത്തിവെച്ചു. ഇവിടെ നമ്മൾ മരണനിരക്ക് പൂഴ്ത്തിവെച്ചു. രാജ്യത്ത് മഹാരാഷ്ട്ര കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചൊടുങ്ങിയ സ്ഥലം കേരളമാണ് പിപി ചിത്രഞ്ജൻ. നിങ്ങളും ഞാനും ഇപ്പോൾ ഘോരഘോര സംസാരിക്കാൻ കഴിയുന്നത് കേരളത്തിൽ അന്തസ്സായി പ്രവർത്തിച്ച ഗവൺമെന്റ് ഉണ്ടായിരുന്നതുകൊണ്ടാണ്. സാറേ മഹാരാഷ്ട്രയിലെ ജനസംഖ്യ നമ്മുടെ ജനസംഖ്യ എത്ര? പിപി ചിത്രഞ്ജൻ മഹാരാഷ്ട്രയിലെ ജനസംഖ്യയും കേരളത്തിലെ ജനസംഖ്യ എത്ര? ആലോചിച്ച് നോക്ക്. ആൾക്കാർ ജീവിച്ചിരിക്കുന്നത്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ആരോഗ്യ മേഖല നടത്തിയ ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ജനങ്ങളെ പങ്കാളിത്തം. മഹാരാഷ്ട്രയിലെയും കേരളത്തിലെയും ജനസംഖ്യ എത്രയാ? കഥാപ്രസംഗം നടത്തുന്നുണ്ടല്ലോ. ഈ രാജ്യത്ത് മഹാരാഷ്ട്ര കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചൊടുങ്ങിയ സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാ. ആ സമയം നമ്മൾ കണക്കൊക്കെ നൈസായിട്ട് പൂഴ്ത്തി. കണക്ക് പുറത്തു വന്നപ്പോ എത്ര? നിങ്ങൾ എന്ത് ആക്ഷേപം ഉന്നയിച്ചോ? ആക്ഷേപം ഉന്നയിക്കുന്നോ? ആക്ഷേപമാണ് ഉന്നയിക്കുന്നത്. ഞാൻ ഉള്ളാ പറയുന്നത്. ഞാൻ കണക്കാ പറയുന്നത്. സംസ്ഥാനത്തിന്റെയും കേന്ദ്രത്തിനും കണക്കാ പറയുന്നത്. ആക്ഷേപമാണോ അത്? നിങ്ങൾ എന്ത് ആക്ഷേപങ്ങൾ ഉന്നയിച്ചോ? പിപി ചിത്രത്തിന് ആക്ഷേപമാണോ അത്? രാജ്യത്ത് മഹാരാഷ്ട്ര കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കോവിഡിൽ ആൾ മരിച്ചത് കേരളത്തിലല്ല എന്ന നിലപാട് പിപിക്കുണ്ടോ? ഞാൻ തെളിവ് തരാം. ഞാൻ കണക്ക് തരാം സംസ്ഥാനത്തിനും കേന്ദ്രത്തിന്റെയും. അങ്ങില്ലെന്ന് പറയൂ. ഇവിടെ മരണനിരക്കിന്റെ ചർച്ചയാണോ? താങ്കൾ പറഞ്ഞോ? അല്ല താങ്കളെ അല്ല താങ്കൾ യു പിയിലൂടെ ഒഴുകിയ ശവങ്ങളുടെ കാര്യം പറഞ്ഞപ്പോ ഞാൻ ഓർമ്മിപ്പിച്ചതാ. ശരി 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 ഓക്കെ. എന്താണ് ഇത്രയധികം ആള് മരിച്ചോ? ഇത്രയധികം ആള് മരിച്ചതോ? ഇത്രയധികം ആള് മരിച്ചതാണ് ഇടപെടലിന്റെ ഭാഗമായിട്ട്. ആള് മരിച്ചു സാർ. ആള് മരിച്ചില്ലെന്ന് അന്ന് പറഞ്ഞത് അന്ന് നുണയാ പറഞ്ഞത്. അന്ന് PR ആയിരുന്നു ആള് മരിച്ചില്ലെന്ന് പറഞ്ഞത്. അന്ന് ഞാനും പിപ്പിച്ചത് അന്ന് ഞാൻ ഒരു ഇന്റർവ്യൂക്കകത്ത് പറഞ്ഞതാ. കേരളത്തിലെ വേറെ എവിടെ ജനിച്ചിരുന്നെങ്കിൽ ചത്ത് മലച്ചിരുന്നു. ഞാൻ ഇന്റർവ്യൂ പറഞ്ഞ ആളാണ്. പിന്നെ കണക്ക് വന്നപ്പോ എന്താ? കണക്ക് വന്ന മഹാരാഷ്ട്ര കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റേറ്റ് കേരളമാണ് ആളുകൾ മരിച്ചു കൂടിയത്. അതുകൊണ്ട് ഒരുപാട് പറയല്ലേ സാറേ. ഞാൻ അങ്ങനെയൊക്കെ എത്താം. അബിൻ വർക്കി ഏറ്റവും കൂടുതൽ ആൾക്കാർ ലോകത്ത് മരിച്ചത് ഇവിടെയാണെന്ന് വേണമെങ്കിൽ സ്ഥാപിക്കും. ഞാൻ പറഞ്ഞത് കണക്കാ. അതിനെ വെല്ലുവിളിക്കുന്നോ? ഞാൻ പറഞ്ഞത് കണക്കാ. അതിനെ വെല്ലുവിളിച്ചാൽ ഞാൻ തെളിവ് തരാം. കേരളത്തിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തെ കുറിച്ച് ഇത്ര വില കുറഞ്ഞത് ആത്മീയ പറയത്തുള്ളൂ. പിപി ചിത്രഞ്ജൻ രാജ്യത്ത് മഹാരാഷ്ട്ര കഴിഞ്ഞാൽ കേരളത്തിലാണ് കൂടുതൽ പേർ കോവിഡിൽ മരിച്ചത് എന്നതിന് കണക്കങ്ങേക്ക് വേണോ? ഒരു MLA അങ്ങേക്ക് അറിയാത്തതല്ലോ. ഒരു MLA അങ്ങേക്ക് അറിയാത്തതാണോ? അല്ലല്ല. ഒഴിഞ്ഞു മാറല്ലേ? MLA ഒഴിഞ്ഞു മാറല്ലേ? MLAയുടെ പക്കൽ കണക്കില്ലെങ്കിൽ ഞാൻ തരാം കണക്ക്. MLAയുടെ പക്കൽ കണക്കില്ലെങ്കിൽ ഞാൻ തരാം കണക്ക്. MLAയുടെ പക്കൽ കണക്കില്ലെങ്കിൽ സംസ്ഥാനത്ത് രാജ്യത്ത് മഹാരാഷ്ട്ര കഴിഞ്ഞാൽ കേരളത്തിലാണ് കോവിഡ് മൂലം ആളുകൾ കൂടുതൽ മരിച്ചത്. ഞാൻ കണക്കാ പറയുന്നത്, ആരോപണമൊന്നുമല്ല. താങ്കളാ വിഷയം മാറ്റി. പോട്ടെ, വിട്ടേക്കു. 15,000-ത്തിലാണോ 1.5 കോടി രൂപ അഴിമതി? അത് ചോദിക്കാം. എന്തെങ്കിലും ചുമ്മാ പറഞ്ഞാൽ മതിയോ? ഓക്കെ. അപ്പൊ കണക്കിൽ ഓക്കെയാണ്. ആൾക്കാർ മരിച്ച കണക്കിൽ സംശയമില്ലേ? ഞാൻ കണക്ക് തരാം. അബിൻ വർക്ക് ഇവിടുത്തെ പ്രശ്നം എന്താണ്? അബിൻ വർക്ക് ഇവിടെ ആരോഗ്യമന്ത്രി ആവർത്തിച്ച് പറഞ്ഞത് ലഭ്യതയില്ലെന്നാ പറയുന്നത്. മരിച്ചവരുടെ എണ്ണം എടുക്കാമെന്നല്ല. ഈ കേരളത്തെ സംബന്ധിച്ച് ലോകം അംഗീകരിച്ചതാണ്. ലോകം അംഗീകരിച്ചതാണ്. നമ്മൾ ഒരു സമയത്ത് കണക്കങ്ങ് പൂഴ്ത്തിയായിരുന്നു. ആ പൂഴ്ത്തിയ കണക്ക് പുറത്തു വന്നപ്പോഴത്തേക്ക് രണ്ടാം സംസ്ഥാനമായി മാറി നമ്മൾ കൂടുതൽ ആൾ മരിച്ചത്. പോട്ടെ. അബിൻ വർക്ക് ഇവിടെ ആരോഗ്യമന്ത്രി ഇവിടെ KK ശൈലജ ഞാനും നിങ്ങളും ജീവനോട് ഇരിക്കുന്നത് ആ ഗവൺമെന്റ് ഉണ്ടായിരുന്നതുകൊണ്ടാ. അല്ല ആർക്കൊക്കെ എന്തൊക്കെ വരുമെന്നൊന്നും പറയാനൊക്കത്തില്ലായിരുന്നു.
ഓക്കെ. ശ്രീ അബിൻ വർക്കി ഞാൻ ഇവിടെ രണ്ടെണ്ണം തേടിയിട്ടവനാണ്. ചിലപ്പോൾ മൂന്നാമത്തെ ചിലപ്പോൾ തട്ടിപ്പോകുമായിരുന്നു. സാർ എനിക്ക് പോന്നാ പോട്ടെ. പി പിക്കൊന്നും സംഭവിക്കില്ല. അല്ല ശ്രീ അബിൻ വർക്കി സംഭവിച്ചു. രണ്ടെണ്ണം ഞാൻ നേരിട്ടവനാ. ഞാൻ പറയാണ് ഞാനും ചിലപ്പോൾ അന്നത്തെ ഇടപെടൽ കൊണ്ടായിരിക്കും ഞാനൊക്കെ ജീവനോട് ഇരിക്കുന്നത്. ഓക്കെ. എന്നെ പോലെ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇന്നിപ്പോ ഞാൻ വന്നിരുന്ന് ഘോരം സംസാരിക്കാതിരിക്കും പറ്റുന്നത് അന്നൊരു ഗവൺമെന്റ് കണ്ണിലെ കൃഷ്ണമണി പോലെ ഈ കേരളത്തിലെ ജനങ്ങളെ കാത്തു സൂക്ഷിച്ചതുകൊണ്ടാണ്. അല്ല കൊന്നൊടുക്കുകയല്ലായിരുന്നു. ശരി, ഒരുപാട് പേര് മരിച്ചു. പക്ഷേ അത് ഞാൻ പറഞ്ഞു, ഞാൻ കണക്ക് ചൂണ്ടിക്കാണിച്ചു വിട്ടേക്കോ അത്. അബിൻ വർക്ക് ഇവിടെ മുൻ ആരോഗ്യമന്ത്രി ആവർത്തിച്ച് പറഞ്ഞ എന്താണ്? പലതരത്തിലുള്ള രോഗങ്ങളുടെ ഫലമായിട്ട് ഇതൊക്കെ വരുമ്പോൾ മരിക്കുമല്ലോ. അല്ല അത് പറയല്ലേ. അല്ല അല്ല മരണനിരക്കിലേക്ക് പോവാണെങ്കിൽ ചുമ്മാ അത് അങ്ങനെ പറഞ്ഞ വഴിയല്ലേ. അല്ലല്ല പിന്നെ ഈ കോവിഡ് മരണം ഞാൻ പറയാം, സംസ്ഥാനത്തിന് കണക്കാ. ചുമ്മാ പറയല്ലേ സാറേ. എം എൽ എ ചുമ്മാ പറയല്ലേ, അത് വെറുതെ പറയല്ലേ. ഞാൻ കണക്കനുസരിച്ചാണ് പറയുന്നത്. എല്ലാവരും മാറ്റിയിരുത്തിക്കൊണ്ട് അഴിമതിക്കാരും മോശക്കാരുമായി ചിത്രീകരിക്കുമ്പോൾ ഞാൻ കണക്കിനടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഇല്ല, ആള് മരിച്ച കാര്യം പറഞ്ഞ് ഞാൻ കണക്കിനടിസ്ഥാനത്തിലാണ് പറയുന്നത്. അതൊന്നും പറയല്ലേ, വെറുതെ പറയല്ലേ. ഇല്ല രാജ്യത്ത് മഹാരാഷ്ട്ര കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കോവിഡ് മരണം ഉണ്ടായ സംസ്ഥാനം കേരളമാണെന്ന് ഞാൻ പറയുന്നത് ആധികാരിക കണക്കിനടിസ്ഥാനത്തിലാണ്. ആരുടെ കണക്ക്? സംസ്ഥാനത്തിന് കണക്ക്. അബിൻ വർക്ക് ഇവിടെ എന്നത് ആര് പറഞ്ഞു? എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അല്ലല്ല എന്ന് ഞാൻ പറഞ്ഞില്ല. അല്ല നമ്മളെല്ലാരും അരിയാഹാരം കഴിക്കുന്നവരല്ല. അല്ലല്ല പി ചിത്തരഞ്ജൻ ഏറ്റവും കൂടുതൽ ചിന്തിക്കാക്കടിയില്ല. മഹാരാഷ്ട്ര കഴിച്ച രണ്ടാമത് ആള് ഭരിച്ചെന്ന് വെച്ചാൽ രണ്ടാം സ്ഥാനത്ത് മോശക്കാരന് രണ്ടാമനാണ് കേരളവും തന്നെ. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു വിട്ടാൽ സാറേ തലയിൽ പൂടെയുണ്ടോ തപ്പല്ലേ. ഞാൻ പറഞ്ഞത് കണക്കാ പറയുന്നത്. എന്താ കണക്ക്? മഹാരാഷ്ട്ര കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ സ്ഥലത്ത് വേറെ വല്ല തപ്പറക്കോ? അല്ല തപ്പണ്ട. ഞാൻ പറഞ്ഞ എന്താണ്, രാജ്യത്ത് മഹാരാഷ്ട്ര കഴിഞ്ഞാൽ കേരളത്തിലാണ് കോവിഡ് ബാധിച്ച ആളുകൾ ഏറ്റവും കൂടുതൽ മരിച്ചത്. ഞാൻ പറഞ്ഞ കണക്കാ പറയുന്നത്, സ്റ്റാറ്റിക്സാ പറയുന്നത്. അത് കേന്ദ്രത്തിന്റെയും സംസ്ഥാനത്തിന്റെയും വിട്ടേക്കോ അത്. അബിൻ വർക്ക് ഇവിടെ മുൻ ആരോഗ്യമന്ത്രി കെ ശൈലജ പറഞ്ഞത് എന്താണ്? ഇവിടെ എല്ലാ കാലത്തും പറഞ്ഞത് ലഭ്യത കുറവാണെന്ന് പറഞ്ഞു. പി പിക്ക് ലഭ്യത ഇല്ലായിരുന്നു എന്ന് പറയുന്നു. അത് അപ്പോഴും എന്നർത്ഥം എം എൽ എ സങ്കല്പിച്ചു കൂട്ടുന്നതല്ലേ? എന്നർത്ഥം എം എൽ എ സങ്കല്പിച്ചു കൂട്ടുന്നതല്ലേ? ആ കണക്കിൽ തർക്കമുണ്ടെങ്കിൽ പറ, നമുക്ക് തർക്കിക്കാം. ആ കണക്കിൽ തർക്കമുണ്ടെങ്കിൽ പറയൂ, നമുക്ക് തർക്കിക്കാം. അബിൻ വർക്കി ശരി, ഓക്കെ. അബിൻ വർക്കി ഓക്കെ. അബിൻ വർക്കി ഇവിടെ രണ്ടാം സ്ഥാനം കേരളമാണെന്ന് വെച്ചാൽ ഏറ്റവും മോശമുള്ള സംസ്ഥാനം. സാറേ താങ്കൾ ഞാൻ വിചാരിക്കാത്ത സങ്കല്പിച്ചു കൂട്ടല്ലേ. ഞാൻ പറഞ്ഞത് കണക്കാണ്. ഞാൻ പറഞ്ഞ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ഞാൻ പറഞ്ഞത്. വിട്ടേക്കൂ. അബിൻ വർക്കി ഇവിടെ മുൻ ആരോഗ്യമന്ത്രി പറഞ്ഞുകൊണ്ട് ലഭ്യത കുറവാണ് പി പി കിറ്റിന്റെ. സഭയ്ക്കകത്തും സഭയ്ക്ക് പുറത്തും ഒക്കെ പറഞ്ഞ ലഭ്യത കിറ്റാണ്. ഞാൻ നേരത്തെ കാണിച്ച പ്രതികരണത്തിൽ മുൻ ആരോഗ്യമന്ത്രി പറഞ്ഞ എന്താണ്? ആ സമയത്ത് പി പി കിറ്റുകളുടെ വിലകൾ കുത്തനെ കൂടി. അതിന് ഉദാഹരണം പറഞ്ഞ എന്താ? നമ്മളിപ്പോൾ 10 രൂപയ്ക്ക് വെക്കുന്ന മാസ്ക് നമ്മൾ 100 രൂപയ്ക്ക് വാങ്ങി വെച്ചിട്ടില്ലേ എന്നായിരുന്നു പറഞ്ഞു. എന്ന് പറഞ്ഞാൽ 500 രൂപയ്ക്കും 400 രൂപയ്ക്കുമുള്ള കിറ്റ് മാറി ഇതിനെല്ലാം അന്ന് 1000-ന് മുകളിലേക്ക് വില ഉയർന്നു എന്നതല്ലേ മുൻ ആരോഗ്യമന്ത്രി പറഞ്ഞത്? അങ്ങനെ അല്ല എന്നുള്ളതല്ലേ ഇപ്പോൾ പുറത്തു വരുന്ന ഒന്നല്ല പല രേഖകൾ തെളിയിക്കുന്നത്. എന്താണ് അങ്ങനെ അവാസ്തവം പറഞ്ഞുകൊണ്ട് ഇതിനെ വിശദീകരിക്കാൻ പറ്റുമോ അബിൻ വർക്കി? എനിക്ക് ഇതിനകത്ത് ഞാൻ കുറേ നേരമായി കൈയുയർത്തുന്നതിൻ്റെ കാരണം കുറേ പൊള്ളയായ വാദങ്ങൾ പറയുന്നതുകൊണ്ടാണ്. എനിക്കിത് വിശദീകരിക്കാനുള്ള സമയം തരണം ദയവായിട്ട്. ഒന്ന്, ഈ മരണനിരക്കിൽ കോവിഡിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഗൈഡ് ലൈൻ ലോകാരോഗ്യ സംഘടനയുടെയും അതിനുശേഷം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഈ കേസ് വന്നപ്പോൾ സുപ്രീം കോടതിയുടെയും കൃത്യമായ ഗൈഡ് ലൈൻ ഉണ്ടായി. ആ ഗൈഡ് ലൈനിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ കോവിഡ് മരണനിരക്കുകൾ നിശ്ചയിച്ചത്. ആ ഗൈഡ് ലൈനിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ കൊടുത്ത രേഖകളുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞ രേഖകളുടെ അടിസ്ഥാനത്തിൽ ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് മരണങ്ങൾ നടന്നത് മഹാരാഷ്ട്രയിലാണ്. 1,48,571. രണ്ടാമത് ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് മരണം നടന്നത് കേരളത്തിലാണ്, 72,085. എന്ന് പറഞ്ഞാൽ ഞാനും ശ്രീ പി പി ചിത്തരഞ്ജനും ഹാഷ്മിയും ഒക്കെ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലും ഈ സംസ്ഥാനത്തെ 72,000 ആളുകൾ കോവിഡ് മൂലം മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് ഈ രാജ്യത്ത് 2ാം സ്ഥാനമാണ് നിൽക്കുന്നതെന്ന് പറയുമ്പോൾ ഈ രാജ്യത്തിൻ്റെ മൊത്തം കോവിഡിൻ്റെ മരണനിരക്കിൽ ഒരേ ഗൈഡ് ലൈൻ ആണെന്ന് പറയുമ്പോൾ കേരളത്തിൽ കോവിഡിൻ്റെ പരിപാടികൾ, ആരോഗ്യ പരിപാടികളൊക്കെ എന്താണ് സർക്കാർ ചെയ്തത് എന്നുള്ളൊരു ചോദ്യചിഹ്നമാണ്. അതിനകത്ത് ഒരു സംശയവും വേണ്ട. ഇനി രണ്ടാമത്തെ കാര്യം, ശ്രീ പി പി ചിത്തരഞ്ജൻ ഇവിടെ ആവർത്തിച്ച് അദ്ദേഹം ഈ 15,000 മാത്രമല്ലേ ഞങ്ങൾ ഓർഡർ ചെയ്തോളൂ, ബാക്കി ഞങ്ങൾ ക്യാൻസൽ ചെയ്തില്ലേ എന്ന് പറയുന്നുണ്ട്. ഈ CAG റിപ്പോർട്ടിൻ്റെ 76ാമത്തെ പേജിൽ വളരെ കൃത്യമായി എന്തുകൊണ്ടാണ് അത് ക്യാൻസൽ ചെയ്തത് എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കാരണം ശ്രീ പി പി ചിത്തരഞ്ജൻ പറയുന്നത് പോലെ അതിൽ താഴെ വിലയ്ക്ക് PP കിറ്റ് ലഭ്യമായതുകൊണ്ട് അല്ലായിരുന്നു. അതിൻ്റെ കാരണം ഇതിങ്ങനെയാണ് എഴുതിയിരുന്നത്. എന്നിരുന്നാലും LAOയിലെ അളവ് 50,000 PPE കിറ്റുകൾക്കുള്ളതായിരുന്നുവെങ്കിലും കമ്പനി പുതിയതായതിനാലും, ശ്രദ്ധിച്ച് കേട്ടോളാം, CAG റിപ്പോർട്ടാണ്, കമ്പനി പുതിയതായതിനാലും ഉൽപ്പന്നം പരിശോധിച്ചിട്ടില്ലാത്തതിനാലും ഉടൻ വിതരണം ചെയ്യാൻ
ഓർഡറുകൾ നൽകിയത് 15,000 എണ്ണത്തിന് മാത്രമായിരുന്നുവെന്ന് ഓഡിറ്റ് നിരീക്ഷിച്ചതിനാൽ 15,000 എണ്ണം ഓർഡർ ചെയ്തു എന്നുള്ളതാണ്. ശരി, ഇനി ഈ 15,000 എണ്ണത്തിൽ മാത്രമാണോ നിങ്ങൾക്ക് പ്രശ്നം എന്ന് ശ്രീ പി ചിത്തരഞ്ജൻ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ 50,000-ന്റെ കണക്ക് ആദ്യം പറയുകയും 15,000 മാത്രം ഓർഡർ ചെയ്യുകയും ചെയ്തത് എന്നുള്ളതിനെ പറ്റി കൃത്യമായി CAG റിപ്പോർട്ട് പറയുന്നുണ്ട്. 76-ാമത്തെ പേജിലെ 4.2.6 ഖണ്ഡിക മാനദണ്ഡങ്ങൾ ലംഘിച്ച് പർച്ചേസ് മൂല്യത്തിന്റെ 100% മുൻകൂർ അനുവദിച്ചുകൊണ്ട് ഒരു വിതരണക്കാരന് അനാവശ്യ ആനുകൂല്യങ്ങൾ നൽകിയത് എന്ന് പറഞ്ഞാൽ 50,000 എണ്ണത്തിന്റെ 29% മുൻകൂർ തുക കൊടുക്കാൻ പ്രൊവിഷൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ഓർഡർ ചെയ്യാനിരുന്ന 15,000 എണ്ണത്തിന്റെ മുഴുവൻ തുകയും കൊടുത്തു. 50,000 എണ്ണത്തിന്റെ 29% തുക എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 3 കോടി രൂപയോളം വരും എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഓർഡർ ചെയ്യാനിരുന്ന 15,000 എണ്ണത്തിന്റെ മുഴുവൻ തുകയും മുൻകൂറായി കൊടുത്തു. അത് കൊടുത്തതിന്റെ കാരണം എന്താ? മുൻകൂറായി അങ്ങ് കൊടുത്താൽ അതിന്റെ വിഹിതം കൃത്യമായി കേരളത്തിൽ എത്തേണ്ടടുത്ത് എത്തുമെന്ന കമ്പനിക്കാർ പറഞ്ഞപ്പോൾ 50,000 എന്നൊരു സാങ്കല്പിക കഥയുണ്ടായി. അതിന്റെ 29% മുൻകൂറായി കൊടുത്തു. ആ 50,000-ൽ നിന്ന് ഓർഡർ കൊടുത്തപ്പോൾ 15,000 എണ്ണ മാത്രമായി ചുരുക്കിയെടുത്തു. മുൻകൂറായി മുഴുവൻ തുകയും കിട്ടി, കമ്മീഷനായി ഇവിടെ കിട്ടേണ്ടവർക്ക് മുഴുവൻ തുകയും കിട്ടി. അപ്പോൾ ശ്രീ പി ചിത്തരഞ്ജൻ വീണ്ടും ചോദിക്കുകയാണ്, 15,000 എണ്ണത്തിൽ മാത്രമാണോ നിങ്ങൾക്ക് തർക്കമുള്ളത്? ഈ 1.5 കോടി രൂപയിൽ മാത്രമാണോ തർക്കമുള്ളത്? അല്ല, 1.5 കോടി രൂപയിലല്ല തർക്കമുള്ളത്. ആ തർക്കമുള്ളതിന്റെ കാരണം CAG വളരെ കൃത്യമായി പറയുന്നുണ്ട്. 2,56,000 PPE കിറ്റുകൾ ഓർഡർ ചെയ്തതിലാണ് ഈ പറയുന്ന 10.5 കോടി രൂപയുടെ ക്രമക്കേട് കണ്ടെത്തിയിട്ടുള്ളത്. ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ കമ്പനികൾ, ഇപ്പൊ അനിത ടെക്സ്റ്റോടെക് അവർ 550 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞു, ബയോമെഡിക്സ് 472, കെയറോൺ 456, അതുപോലെ തന്നെ മറ്റ് കമ്പനികൾ ഇവരൊക്കെ 500-നും 550-നും 500-ൽ താഴെ വിലയ്ക്ക് തരാമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ സാൻഫാർമയുടെ കയ്യിൽ നിന്നും മാത്രമല്ല ഹാഷ്മി മേടിച്ചത്, നമ്മൾ മറ്റൊരു കമ്പനിയും കൂടെ മേടിച്ചു. A&A ട്രേഡിംഗ് വെഞ്ചേഴ്സ് 1,185 രൂപയ്ക്ക് മേടിച്ചു. അതെന്നാണ് മേടിച്ചത്? 2/4/2020. അതെന്തുകൊണ്ടാണ് ആദ്യം മേടിച്ച സാൻഫാർമയിൽ നിന്ന് 200 രൂപ കുറയ്ക്കാനുണ്ടായ സാഹചര്യം എന്താണ്? 2 ദിവസം കഴിഞ്ഞു, സാധനങ്ങൾ വീണ്ടും അവൈലബിൾ ആയി തുടങ്ങി. അപ്പോൾ വീണ്ടും 1,550 രൂപയ്ക്ക് മേടിച്ചാൽ ഓഡിറ്റ് ഒബ്ജക്ഷൻ വരും. അതുകൊണ്ട് എന്താണ് 1,185 മേടിച്ചു. അപ്പോഴും 550 തരാമെന്ന് പറഞ്ഞവർ അവിടെ വെയിറ്റിംഗ് ആണ്. ഇനി മറ്റൊരു കമ്പനി മെസ്സേഴ്സ് ഇന്നോവ് എന്ന് പറയുന്ന കമ്പനി, ആ കമ്പനിയുടെ കയ്യിൽ നിന്ന് മേടിച്ചു 1,550 രൂപയ്ക്ക്. അതെന്താണ് മേടിച്ചത്? 6/4/2020 വീണ്ടും മേടിച്ചു 1,550 രൂപയ്ക്ക്. BNS എന്ന് പറയുന്ന കമ്പനിയുടെ കയ്യിൽ നിന്ന് 1,295 മേടിച്ചു. ഇനി പോട്ടെ, കിറ്റക്സിന്റെ കയ്യിൽ നിന്ന് മേടിച്ചു 830. ഇങ്ങനെ 2,56,000 PPE കിറ്റുകൾ ഇത്രയധികം വിലയ്ക്ക് മേടിക്കുമ്പോൾ 550-നും 500-നും താഴെ വിലയ്ക്ക് കിട്ടുമായിരുന്ന PPE കിറ്റുകൾ ഇത്രയധികം വിലയ്ക്ക് മേടിച്ചപ്പോൾ 25.5 കോടിയുടെ PPE കിറ്റ് പർച്ചേസിൽ 10.5 കോടിയുടെ അഴിമതി നടന്നിട്ടുണ്ട്. ഇതാണ് അഴിമതി. അപ്പൊ PP ചിത്തരഞ്ജൻ ഇവിടെ വന്ന് അങ്ങനെ ആടിനെ പട്ടിയാക്കുക, പട്ടിയെ പേപ്പട്ടിയാക്കുക എന്നൊരു നയം എടുത്തിട്ട് യാതൊരു കാര്യവുമില്ല. മരണനിരക്കിന്റെ കാര്യത്തിലും സർക്കാർ പൊള്ളയായ കാര്യങ്ങളാണ് പറഞ്ഞത്. ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞല്ലോ, മറ്റു രോഗങ്ങൾ വന്ന് മരിച്ചവരെയൊക്കെ നമ്മൾ എങ്ങനെ കൊറോണയായിട്ട് കൂട്ടുമെന്ന്. ഇതാണ് സുപ്രീം കോടതിയിൽ ഉയർത്തിയ വാദഗതി. സുപ്രീം കോടതി ഈ വാദഗതി എടുത്ത് തോട്ടിലെറിഞ്ഞിട്ടാണ് ആ മരണവും കൂടെ കൂട്ടിയത് കൊണ്ടാണ്. ഇപ്പൊ ശരി ശ്രീ ഹാഷ്മി, ഇപ്പൊ ഒരാള് ഞാൻ പറഞ്ഞത് കേരളത്തിൽ നിന്നൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. ഇപ്പൊ PP ചിത്തരഞ്ജൻ പറഞ്ഞ UP-യിൽ കൂടി മൃതദേഹങ്ങൾ ഒഴുകിയില്ലെന്ന് ആരും പറയുന്നില്ലല്ലോ. ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യണമെന്ന് ആരും കണ്ടു? നമ്മുടെ ഇപ്പോൾ ക്രൈം റേറ്റിന്റെ കാര്യത്തിൽ കേരളം മുന്നിലാണെന്ന് പറയുന്നത് നമ്മളിവിടെ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതെന്ന് പറയുന്നത് പോലെ ഇവിടെ ഉണ്ടായ മരണങ്ങൾ ഇപ്പൊ 15,000 ചില്ലുവാന മരണങ്ങൾ ആദ്യം നമ്മൾ മറച്ചു വെച്ചു, ആടിയേണ്ടി വന്നു. പക്ഷേ നമ്മൾ ആ കണക്ക് നമ്മുടെ പക്കലുണ്ട്. ഇപ്പൊ നമ്മൾ പൂഴ്ത്തിവെച്ച 15,000 ചില്ലുവാന കണക്കുകൾ നമ്മുടെ പക്കൽ ഉണ്ടായിരുന്നുകൊണ്ടാണല്ലോ സർക്കാർ എന്താണ് അത് മാനദണ്ഡ പ്രകാരം ആടിയേണ്ടി വന്നത്. അല്ല, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. കൊറോണ ഗൈഡ് ലൈൻസ് പ്രകാരമാണ് ഈ രാജ്യത്ത് മുഴുവൻ മരണങ്ങളും ഉണ്ടാകുന്നത്. ഇപ്പം നിങ്ങൾ UP-യിലെയും കേരളത്തിലെയും ഇവിടെ താരതമ്യപ്പെടുത്തുമ്പോൾ UP-യിലെ പോപ്പുലേഷൻ എത്രയാണ്, കേരളത്തിലെ പോപ്പുലേഷൻ എത്രയാണ്? UP-യിലെ പോപ്പുലേഷൻ ശരി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് നമ്മൾ പറയുന്നു. പക്ഷെ കേരളത്തിലെ പോപ്പുലേഷൻ വെച്ച് നോക്കുമ്പോൾ 72,000 കോവിഡ് മരണം എന്ന് പറഞ്ഞാൽ ചില്ലറ മരണമാണോ ഹാഷ്മി? ഇനി അത് മാത്രമല്ല, ഇപ്പൊ ശ്രീ PP ചിത്തരഞ്ജനും CPM-ഉം ശൈലജ ടീച്ചറും ഒക്കെ പറഞ്ഞ വാദഗതി ഇവർ ലോകായുക്തയിൽ പറഞ്ഞു. ലോകായുക്ത അത് തള്ളിക്കൊണ്ടാണ്
പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞ് ഇപ്പോൾ എവിഡൻസ് സ്റ്റേജിൽ നിൽക്കുകയാണ്. ലോകായുക്തയിൽ ഈ കേസ് വന്നപ്പോൾ ഇവർ ഹൈക്കോടതിയിൽ പോയി ഇവർ ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ഇത് അത്യാവശ്യ കാരണങ്ങൾ കൊണ്ടാണ്, അതുപോലെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് നിയമപ്രകാരമാണ് ഇത് പർച്ചേസ് ചെയ്തതെന്ന് പറഞ്ഞു. ഹൈക്കോടതി ആ കേസെടുത്ത് തോട്ടിലിട്ടിട്ടാണ് ലോകായുക്തയോട് വീണ്ടും അന്വേഷിക്കാൻ പറഞ്ഞതും എവിഡൻസ് സ്റ്റേജിലായി നിൽക്കുന്നതും. എന്തുകൊണ്ടാണ് ആ ലോകായുക്ത അന്വേഷണം മുരടിച്ച് നിൽക്കുന്നതെന്നും കൂടെ ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. ഇവിടെ ഡിവിഷൻ ബെഞ്ചാണ് ലോകായുക്തയിൽ ഈ കേസ് പരിഗണിച്ചുകൊണ്ടിരുന്നത്. ലോകായുക്തയുടെ ഡിവിഷൻ ബെഞ്ചിൽ ഉണ്ടായിരുന്നത് സിറിയക് ജോസഫ് അതുപോലെ തന്നെ മറ്റൊരു ജഡ്ജിയുമായിരുന്നു. ഇവർ രണ്ടുപേരും പെൻഷനായി പോയി, അല്ലെങ്കിൽ അവർ മാറിപ്പോയി കഴിഞ്ഞപ്പോൾ പുതിയ ലോകായുക്ത നിയമം വെച്ച് സർക്കാരിന് ഇതിൽ നിയമിക്കാനുള്ള കുറെ അധികം പവറുകൾ ഇവർ ആഡ് ചെയ്തിട്ടുണ്ട്. ആദ്യം പ്രകാരം ഡിവിഷൻ ബെഞ്ച് വന്നിട്ടില്ല ആഷ്മി. അതുകൊണ്ടാണ് ഒരു കൊല്ലമായി എവിഡൻസ് റിപ്പോർട്ടാണെങ്കിൽ കൂടിയും CAG കണ്ടെത്തിയ കാര്യങ്ങളിൽ സർക്കാരിനോട് ക്ലാരിഫിക്കേഷൻ ചോദിക്കാറുണ്ട്. സർക്കാർ പറയുന്ന വിശദീകരണം കൂടി ചേർത്താണ് കേട്ടോ ഏറ്റവും ഒടുവിൽ വരുന്ന ഈ പറയുന്ന കോടികളുടെ അധിക ചെലവിന്റെ കണക്ക് CAG പ്രസിദ്ധീകരിക്കുന്നത്. ഞാൻ TP യിലേക്കും അതിനുശേഷം PB വന്നാം. TP ആ സമയത്ത് തന്നെ എന്താണ് ഗ്ലൗസിനെ നേരത്തെ ഷാബിൻ വർക്കി പറഞ്ഞത്, ഗ്ലൗസ് കഴക്കൂട്ടത്തുള്ള ഏതോ താങ്കളാണ് പറഞ്ഞത്. പക്ഷേ ആ ഗ്ലൗസ് വന്നിട്ട് യഥാർത്ഥത്തിൽ അധിക തുകയിൽ വന്ന ആ ഗ്ലൗസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ അതിങ്ങി വന്നപ്പോഴേക്കും അതെന്തോ നൈട്രോ വേറെന്തോ ടൈപ്പ് ഒരു ഗ്ലൗസ് ആയിരുന്നു, അതില്ലാതായി. മാസ്കിൻ്റെ കാര്യത്തിൽ അന്ന് എന്താണ് ചുരുങ്ങിയ വിലയിൽ കിട്ടുന്ന മാസ്ക് കൂടുതൽ വിലയ്ക്ക് വാങ്ങുന്നു എന്ന് നമ്മൾ കേട്ടു. എന്ന് പറഞ്ഞാൽ ഇത് ഈ സമയത്ത് ശരിയാണ്, അത് അസാധാരണ സാഹചര്യമാണ്. അസാധാരണ സാഹചര്യത്തിൽ അസാധാരണ തീരുമാനങ്ങൾക്ക് നമ്മൾ പോകുമെന്ന് നമ്മൾ അംഗീകരിക്കുമ്പോൾ തന്നെ ഈ പറയുന്ന പർച്ചേസിലൊക്കെ ഒരു വിശദമായ അന്വേഷണത്തിന് ആവശ്യമുണ്ടോ TP ജയേന്ദ്രൻ? അല്ല, ഇത് മാത്രമാണോ ഹാഷ്മി? നോക്കൂ, ആലിബാബയും 41 കള്ളന്മാരുടെയും കഥകൾ കേട്ട് അത് കേവലം കഥകളാണെന്ന് വിശ്വസിച്ച നമ്മൾ ഇന്ന് ഇത്തരം സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ കേവല കഥകളല്ല എന്നുള്ള ഓർമ്മപ്പെടുത്തലല്ലേ. നോക്കൂ, ശ്രീ ചിത്തരഞ്ജൻ, അദ്ദേഹം എൻ്റെ അറിവിൽ വളരെ സാത്വികനാണ്, അങ്ങനെ ഹൈ ടെമ്പർ കാണിക്കാത്ത വളരെ ഇത്തരം ചർച്ചകളിൽ വളരെ മാന്യമായി ഇടപെടുകയും അങ്ങനെ ക്ഷോഭം കൊള്ളാത്ത ഒരാളാണ്. പക്ഷെ അദ്ദേഹം പോലും ഇവിടെ വിയർക്കുകയാണ്. ആരെയാണ് ഇവർ യഥാർത്ഥത്തിൽ ഹാഷ്മി വിശ്വസിപ്പിക്കാൻ വേണ്ടി വെമ്പുന്നത്? ആരെയാണ് ഇവർ വിഡ്ഢികളാക്കുന്നത്? നോക്കൂ, ഇതൊരു ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമുള്ള സംവാദ വേദികയാണ് എന്ന് നമ്മൾ ഓർക്കണ്ടേ. എന്തും നമുക്ക് വിശ്വസിക്കാം. ഒരുപക്ഷെ ഒരു ലിമിറ്റഡ് ഓഡിയൻസിൻ്റെ മുമ്പിൽ, ഒരു സെലക്റ്റഡ് ഓഡിയൻസിൻ്റെ മുമ്പിൽ നമുക്ക് എന്തും പറഞ്ഞ് സമർത്ഥിക്കാം. ഞാൻ നേരത്തെ പാടിയ പാട്ട് അതിന് ഉദാഹരണമാണ്. അതിനു മുമ്പ് ഒരു തിരുവാതിരക്കളിയും നമ്മൾ കണ്ടു. ഇന്ന് ഈ പാർട്ടി ലോകമെങ്ങും ശോഭിച്ചിടും കാരണഭൂതൻ പിണറായി വിജയൻ എന്ന സഖാവ് തന്നെ. അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ ആ നിലവാരത്തിൽ ഇത്തരം ചാനൽ ചർച്ചകളിലേക്ക് നമുക്ക് പിന്തിരിഞ്ഞു പോകാൻ പറ്റുമോ? ഞാൻ ചിത്തരഞ്ജൻ സാറിൻ്റെ ശ്രദ്ധയിൽ മറ്റൊരു വാർത്ത കൂടി പെടുത്തട്ടെ, കോവിഡുമായി ബന്ധപ്പെട്ട്. സർ, 2/4/1922 കേരളത്തിലെ എല്ലാ വാർത്താ മാധ്യമം പുറത്തുവിട്ടൊരു വാർത്തയാണ്. ആരോഗ്യവകുപ്പ് ആസ്ഥാനത്ത് 144 കമ്പ്യൂട്ടറുകൾ ആവിയായി, കാണാനില്ല സ്റ്റോക്ക് എടുത്തപ്പോൾ. കോവിഡ് കാലഘട്ടത്തിൽ വാങ്ങിയ 144 കമ്പ്യൂട്ടറുകൾ ആരോഗ്യ വകുപ്പ് എന്ത് ആവശ്യത്തിനു വേണ്ടി വാങ്ങിയോ ആ 144 കമ്പ്യൂട്ടറുകൾ വാങ്ങുന്നതിൻ്റെ സാങ്കത്യവും ഉദ്ദേശ്യവും ആവശ്യകതയും എന്തായിരുന്നു എന്നൊന്നും ഞാൻ ചർച്ച ചെയ്യുന്നില്ല. എവിടെ പോയി സർ ഈ 144 കമ്പ്യൂട്ടറുകൾ? ഇത് കോവിഡുമായിട്ട് എന്തായിരുന്നു ബന്ധം? ഇനി സാറ് പറഞ്ഞു ചില പ്രത്യേക സാഹചര്യങ്ങളിൽ എന്താണ് ക്രൈസിസ് മാനേജ്മെന്റ് ഗ്രൂപ്പിന്റെ തീരുമാനപ്രകാരം. ഞാനൊരു MLA എന്ന നിലയിൽ എന്നേക്കാൾ അറിവുള്ള ആരാണ് ചിത്തരഞ്ജൻ സാർ. അല്ല സർ, ഈ ക്രൈസിസ് മാനേജ്മെന്റ് ആക്ട് പ്രകാരം എവിടെയെങ്കിലും ഒരു സാധനത്തിന് 100% തുക അഡ്വാൻസ് കൊടുക്കാൻ പ്രൊവിഷൻ ഉണ്ടോ? നേരത്തെ അബിൻ വർക്കി ചൂണ്ടിക്കാണിച്ചു 100% അഡ്വാൻസ്, അതും തട്ടിക്കൂട്ട് കമ്പനികൾ. ഉടമസ്ഥന്മാരാരൊക്കെ ഞാൻ ഒന്നുകൂടി പറയാം ഹാഷ്മി. ആൻഡ്രിയ ട്രേഡേഴ്സ്, ഈ കമ്പനിക്ക് നമ്മൾ 5.03 കോടി രൂപയുടെ ഫേസ് ഷീൽഡാണ് വാങ്ങിയത്. ഈ കമ്പനിയെ കുറിച്ച് അന്വേഷിച്ചെത്തിയപ്പോൾ എവിടെയാണ് എത്തുന്നത്? നോക്കൂ, KMSCL-ലെ ഒരു ജീവനക്കാരൻ്റെ മുൻ മാനേജറുടെ സുഹൃത്ത്, ദേശീയ ആരോഗ്യ മിഷൻ കരാർ ജീവനക്കാരൻ്റെ ഒരു തട്ടിക്കൂട്ട് കമ്പനി. ഞാൻ ചോദിക്കുന്ന ചിത്തരഞ്ജൻ സാർ, അല്പം വില കൊടുത്തു 550 രൂപയുടെ സാധനം 600, 700, 800, 1000 ആയിക്കോട്ടെ, വേറെ കിട്ടാനുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് തർക്കത്തിന് വിടാം. എങ്ങനെയാണ് സാർ 300% ഇതാവുന്നത്? അതിനിപ്പം പറഞ്ഞ ന്യായം എന്താ? ഇതിൻ്റെ ഞങ്ങൾ വെട്ടിക്കുറച്ചില്ലേ? ഞാൻ ചോദിക്കുന്നത് സാർ, 500 ഉറുപ്പികയുടെ സാധനം 1500 ഉറുപ്പികയ്ക്ക് വാങ്ങുന്നത് കൊള്ളയാണെന്നും ഒരാളെയും വിശ്വസിപ്പിക്കാൻ സാധിക്കാത്ത അത്രയും കടും കൊള്ളയാണെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ കരാർ ഒപ്പിട്ട് ആ സാഹചര്യമൊക്കെ ഇവിടെ പറഞ്ഞ് ഓഡിറ്റർ ചൂണ്ടിക്കാണിച്ചത്. പക്ഷെ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്ന അവസ്ഥ എന്താണ്?
ഈ കേരളത്തിലെ ദുരന്തങ്ങൾ പോലും തങ്ങളുടെ സമ്പത്ത് വർദ്ധിപ്പിക്കാനും കമ്മീഷൻ അടിക്കാനുമുള്ള ആവശ്യകതകളായി മാറി എന്നുള്ളത് രാഷ്ട്രീയ ശരി നമ്മുടെ അവസാനം മിനിറ്റാണെങ്കിൽ പി പിക്ക് മറുപടി പറഞ്ഞോളൂ. പക്ഷേ ഈ പോയ വർഷവും രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആൾ കോവിഡ് ബാധിച്ചു വെച്ച കേരളത്തിലാണ് 66 പേര്. അത് കഴിഞ്ഞ് കർണാടകയിൽ 39 പേര്, മഹാരാഷ്ട്രയിൽ അതിൽ താഴെയുള്ളൂ. പോയ കോവിഡ് കലവിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിച്ചത് എത്രയാണ്? മഹാരാഷ്ട്രയിലാണ് 1,48,088 പേർ, കേരളത്തിൽ 74 തീരുമാനം. ഞാൻ പറഞ്ഞത് പി പി കണക്കാണ്. കേരളത്തിൽ കൃത്യമായ മരണം റിപ്പോർട്ട് ചെയ്തുകൊണ്ടാണെന്ന് അങ്ങ് പറയാം, അതല്ലാതെ അങ്ങ് ഈ കണക്കില്ലെന്ന് പറയരുത്. ഇവിടെ കോവിഡ് കാലത്ത് എങ്ങനെയാണ് കേരളത്തിലെ ഗവൺമെൻറ് പ്രവർത്തിച്ചത് എന്നതിനെ സംബന്ധിച്ച് നമ്മളെല്ലാം ജീവിച്ചിരിക്കുന്നവർ കണ്ടിട്ടുള്ളതാണല്ലോ. അതുകൊണ്ട് ഞാൻ അതിൻ്റെ വിവാദത്തിലേക്കൊന്നും ഇപ്പോൾ വരുന്നില്ല. കാരണം ജനങ്ങളുണ്ടല്ലോ, ഇതെല്ലാം കാണുന്ന ജനങ്ങളുണ്ടല്ലോ, അനുഭവിച്ച ജനങ്ങളുണ്ടല്ലോ. ആ ജനത്തിന് മുമ്പിലാണല്ലോ ഞാനും ഹാഷ്മിയും ഈ ഇരിക്കുന്ന ജയേന്ദ്രൻ മാഷും അബിനും ഒക്കെ സംസാരിക്കുന്നത്. അതുകൊണ്ട് ജനത്തിന് വിലയിരുത്തട്ടെ, അതിന് ഞാൻ വിടുകയാണ്. പിന്നെ ഞാൻ വിയർത്തുമെന്ന് പറഞ്ഞു, അതിവിടെ ഫാൻ ഓഫ് ചെയ്തിരിക്കുകയായിരുന്നു. ഞാനിപ്പോൾ പറഞ്ഞു ഫാൻ ഇടാൻ പറഞ്ഞു. നല്ല ചൂടിലാണ് ഞാൻ ഇരിക്കുന്നത്, അതുകൊണ്ടുള്ള വിയർപ്പാണ്. ഞങ്ങൾക്കൊന്നും വിയർക്കാനില്ല മാഷേ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞങ്ങൾ നല്ല ആത്മാഭിമാനത്തിലാണ് ഇരിക്കുന്നത്. കാരണം ഒരു ജനതയെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ സംരക്ഷിക്കുവാൻ കഴിഞ്ഞ ഒരു ഗവൺമെൻറ്റിൻ്റെ എളിയ പ്രവർത്തകർ എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് ഒരു കുറ്റബോധം, ഒരു തെറ്റായ ധാരണയുമില്ല. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാരണം, ഇവിടെ ഒരാൾ ഒറ്റക്കൊരു തീരുമാനമെടുക്കാത്ത ഒരു ഗവൺമെൻറ് എന്നുള്ള നിലയിൽ എന്തൊക്കെ സംവിധാനത്തിലൂടെയാണ് ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് എന്നതിനെ സംബന്ധിച്ചാണ് ഞാൻ ഒന്ന് പറഞ്ഞത്. രണ്ടാമത്തൊരു കാര്യം, ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രങ്ങൾ ചർച്ച ചെയ്ത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ തന്നെ സ്ഥാപനങ്ങളിൽ നിന്ന് വാങ്ങുന്നതിന് വേണ്ടി തന്നെയാണ്. പക്ഷേ അവിടെ നിന്ന് സാധനങ്ങൾ കിട്ടിയത്രയും വാങ്ങി. നിങ്ങളത് മനസ്സിലാക്കണം. കിട്ടാതെ വന്ന സാധനങ്ങൾ ഇപ്പോൾ HML അവർ തരാവുന്നത്രയും തന്നു. ബാക്കിയുള്ളത് പ്രാദേശികമായിട്ടുള്ള ഏജൻസികളിൽ നിന്ന് വാങ്ങുന്നതിന് വേണ്ടി തീരുമാനിക്കുന്നു. 50% തുക വരെ അഡ്വാൻസായി കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നു. നിങ്ങൾ പറഞ്ഞതുപോലെ വാദത്തിന് ഇനി 50,000-ൻ്റെ 50% കൊടുത്താലും 15,000 വാങ്ങിയുള്ളല്ലോ. എന്തുകൊണ്ടാണത് വാങ്ങിയത്? ബാക്കിയുള്ള സാധനത്തിന് അപ്പോൾ വില കുറഞ്ഞ് 8 രൂപ 871 രൂപ GST അടക്കമുള്ള വിലയിലേക്ക് കിട്ടുന്ന സാഹചര്യം വന്നതുകൊണ്ടാണ് എന്നതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഞങ്ങൾക്കാർക്കും ഇതിനകത്തൊരു വിയർക്കണ്ട. വളരെ കൃത്യമായി ഗവൺമെന്റിന്റെ അഭിപ്രായം. എന്തായാലും ഈ ലഭ്യതക്കുറവ് ആയിരുന്നു ആ സമയത്ത്. PPE കിറ്റ് കിട്ടാനില്ല എന്ന വാദം നിലനിൽക്കുന്നതല്ല. ആ സമയത്ത് ഇഷ്ടംപോലെ PPE കിറ്റുകൾ ലഭ്യമായിരുന്നു എന്ന നിലവിലുള്ള രേഖകൾ തന്നെ വ്യക്തമാണ്. പിന്നീടും സാൻ ഫാർമയിലേക്ക് പോയത് എന്താണ് എന്നതിന് മറുപടി കിട്ടിയിട്ടുണ്ടോ എന്ന് പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. എൻകൗണ്ടർ പൂർണ്ണമാകുന്നു.